പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി ചൊല്ലിട്ടിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈശോ നയിക്കുന്നത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? പിശാചന പരീക്ഷിക്കപ്പെടാൻ വേണ്ടി. നമുക്ക് ആത്മീയ പോരാട്ടത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പം നമുക്കെല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ സ്വർഗ്ഗസ്നായ പിതാവെ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രലോഭനങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി പോകണം. അത് നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അല്പം വ്യത്യസ്തമാണ്. നമ്മൾ പൈശാചികമായ ശക്തികളോട് എതിരിട്ട് അവയെ പരാജയപ്പെടുത്തി നമ്മൾ മുന്നേറണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളത്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്തും എറിയനും ഒന്നും പിടിക്കാതെ വല്ലക്കോട്ടയുടെ കീഴിൽ മൂടി വെച്ച് തീറ്റ കൊടുത്ത് സംരക്ഷിച്ച് വളർത്താൻ നോക്കുന്നത് പോലെ ദൈവം നമ്മളെ പൊത്തിപ്പിടിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ അല്ല ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ കൊണ്ടുപോകുന്നതിനകത്ത് അർത്ഥമില്ല. പൈശാചിക ശക്തികളോട് നമ്മൾ മല്ല് പിടിച്ച് അവയെ തോൽപ്പിക്കണമെന്ന് തന്നെയാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എങ്കിലും അത് എന്തുമാത്രം സത്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ദൈവവും സാത്താനും ഇങ്ങനെ നേർക്കുനേർ ബലാബലം നിൽക്കുന്ന ഒരവസ്ഥ ആണെന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത്. ദൈവവും സാത്താനും തമ്മിൽ ഒരു താരതമ്യവും ഇല്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ സാത്താൻ ഒന്ന് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവം സൃഷ്ടിച്ചത് എല്ലാം നന്മയായിട്ട്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം നന്മയാണ്. അവിടെ ദൈവം സൃഷ്ടിക്കുന്നത് നന്മയായിട്ട് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. നന്മയല്ലാത്ത ഒന്നും ചെയ്യാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച മാലാഖമാരെല്ലാം നല്ലവരായിട്ട് സൃഷ്ടിച്ച് സഭ അത് കൃത്യം പഠിപ്പിക്കുന്നുണ്ട്. നല്ലവരായിട്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖമാരിൽ കുറച്ച് പേര് ഇങ്ങനെ തിന്മയിലേക്ക് ബോധപൂർവം ഇറങ്ങിപ്പോയതാണ്. തിന്മ ദൈവത്തിൻ്റെ സൃഷ്ടിയിലില്ല. എങ്കിലും തിന്മയ്ക്കുള്ള സാധ്യതയുണ്ട്. നമ്മൾ കാണുകയുണ്ടായി സ്വാതന്ത്ര്യം വഴി വന്നിരിക്കുന്ന ഒരു സാധ്യത. ആ സ്വാതന്ത്ര്യം ഒരു വ്യക്തി ദുരുപയോഗിക്കാൻ തീരുമാനിച്ചാൽ തിന്മയെ ഇങ്ങനെ നമ്മൾ സൂര്യപ്രകാശം ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് വെച്ചാൽ തീ കത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി തിന്മയെ തന്നെ ഫോക്കസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ തനി പിശാചെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. മരണമെന്ന് പറയുന്നത് പിശാചിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണെന്ന് നമ്മൾ അപ്പുറത്ത് കണ്ടതാണ്. റോമാലേഖനത്തിൽ വായിച്ചതാണ്. ഒരുവൻ്റെ പാപം വഴി മരണം കടന്നു വരുന്നു. പാപത്തിൻ്റെ വേതനം മരണമാണ്. ഈ പാപമാകട്ടെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവൻ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. 1 യോഹന്നാൻ 3 നമ്മൾ വായിക്കുന്നുണ്ട്. 7-8 വായിച്ചു വരുമ്പോൾ കാണാം. അവൻ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തിയാണ് പാപം. പാപത്തിൻ്റെ വേതനമാണ് മരണം. മരിക്കുകയില്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നൊക്കെ ഈശോ പറയുമ്പം ചിലപ്പം പെട്ടെന്ന് വിചാരിക്കും ഈ അപ്പം ഭക്ഷിച്ച എല്ലാവരും തന്നെ മരിച്ചും പോയി. ആരാ മരിക്കാത്തതുള്ളൂ? മരിക്കല്ലാത്തത് കുർബാന സ്വീകരിക്കുന്നവർക്ക് മരിക്കുന്നുമുണ്ട്. മരണത്തെയും പാപത്തെയും പിശാചിനെ ഈശോ കീഴ്പ്പെടുത്തി. എന്നിട്ടും ഇത് 3 ഇപ്പോഴും ലോകത്തിലുണ്ട്. ഇത് 3 ഇപ്പോഴും ലോകത്തിലുണ്ട്. പിന്നെ എവിടെയാ ഈ വിജയം എന്ന് പറയുന്നത്? എങ്ങനെയാണ് വിജയം വന്നിരിക്കുന്നത്?
ഈശോയുടെ കൃപയോട് സഹകരിച്ച് കൃപയ്ക്കായിട്ട് ഉള്ളിൽ ചേർത്ത് പോകുന്ന ഒരു വ്യക്തിക്ക് ഇനിമേലിൽ പാപമല്ല. എന്തുകൊണ്ടാണ്? പാപത്തിൽ പെട്ടുപോയാലും ഏറ്റുപറയുമ്പോൾ അത് ഏറ്റെടുത്ത് മാറ്റാൻ തമ്പുരാൻ്റെ കൃപ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപമായിട്ട് നമ്മുടെ മേൽ പതിക്കുന്നില്ല. പാപത്തിൽ 7 പ്രാവശ്യം ഒരു ദിവസം തന്നെ പാപത്തിൽ വീണാലും നമുക്ക് അനുതപിച്ച് ഏറ്റു പറയാൻ എളിമയും തുറവയും ഉണ്ടെങ്കിൽ ആ പാപം നമ്മളെ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പാപത്തിൻ്റെ പിടുത്തം വിട്ടുപോയി. ഇപ്പം പാപത്തിൻ്റെ ഒരു പിടുത്തം അങ്ങ് തീർന്നു പോയി. ഉച്ചരേസ്യ പറയുന്നുണ്ട്, യൂദാസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഈശോയെ ഒറ്റക്കൊടുക്കാൻ ഇട വന്നിരുന്നതെങ്കിൽ ഞാൻ മരത്തെ പോയി കെട്ടിഞ്ഞാന്ന് ചാകുന്നതിന് പകരം എൻ്റെ കർത്താവിൻ്റെ കഴുത്തെ പോയി കെട്ടിത്തൂങ്ങിയാൻ. കെട്ടിത്തൂങ്ങാന്ന് വെച്ചാൽ വട്ടം കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്നേൻ. കൊച്ചറീസ പറഞ്ഞിരിക്കുന്നതാ. യൂദാസിൻ്റെ സ്ഥാനത്ത് ഈശോയെ ഒറ്റ കൊടുക്കാൻ ഇട വന്ന എനിക്കായിരുന്നെങ്കിലോ ഞാൻ മരത്തെ തൂങ്ങിച്ചാകാനൊന്നും പോകത്തില്ല. ഞാൻ ഓടി കാറിക്കൊണ്ട് എൻ്റെ കർത്താവിന് മടിയിൽ കയറി കഴുത്തിട്ട് വട്ടം പിടിക്കും. എൻ്റെ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയും. അവിടെ തൂങ്ങിക്കിടക്കും ഞാൻ. ആ പ്രത്യാശ, അതാണ് പാപത്തിൻ്റെ പിടുത്തം പോയി, മരണത്തിൻ്റെ പിടുത്തം പോയി. രണ്ടാമത് മരണത്തിൻ്റെ പിടുത്തം എങ്ങനെ പോയി? ഈശോയോട് ചേർന്ന് പോകുന്ന വ്യക്തികൾ ചിരിച്ചുകൊണ്ട് മരിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നു. അസീസി പുണ്യവനൊക്കെ പാട്ടും പാടിയാ മരിച്ചത്. ആനന്ദം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുകയാണ് മരിക്കാൻ പോകുന്നയാൾ. സഹോദരി മരണമേ വന്നാലും ഒരു പാട്ടാ അസീസിയുടെ. അങ്ങനെ തന്നെ പാട്ട് പാടിക്കൊണ്ട് മരണത്തിന് എവിടെയാ? മരണമേ നിന്റെ ദംശനം എവിടെ? നിന്റെ കടി എവിടെയാ? നിന്റെ കടി ഒരിടത്തും കൊള്ളുന്നില്ലെന്നായി ഈശോയുടെ രക്ഷ വന്നു കഴിഞ്ഞപ്പം. അങ്ങനെ പാപത്തെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, അതുവഴി സാത്താനെയും പരാജയപ്പെടുത്തി. നമ്മൾ സാത്താനെ പേടിക്കേണ്ട ആവശ്യമില്ല. ലൂക്കാ 10:19 വെച്ച് പറയുന്നില്ലേ, ഇതാ പാമ്പിൻ്റെയും തേളിൻ്റെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. മർക്കോസ് 16 അവസരം നമ്മൾ വായിക്കുകയാണ്, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. അങ്ങനെ പിശാചിൻ്റെയും തല തകർത്തു. ഇതൊരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രം. ഈ പോരാട്ടം ആരംഭിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ യുദ്ധപ്രഖ്യാപനം സംഭവിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യം. അവിടെയാണ് യുദ്ധപ്രഖ്യാപനം നടക്കുന്നത്. പിശാചി സർപ്പം കയറി ഹവ്വയും ആദത്തെയും ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പം തമ്പുരാൻ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് 3-ാം അധ്യായം 15-ാം വാക്യം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും. അങ്ങനെ ഉണ്ട് കേട്ടോ. കുതികാലിൽ പരിക്ക് വരാനുള്ള സാധ്യത കിടപ്പുണ്ട് നമുക്ക്. മറ്റവന് സംഭവിക്കാൻ പോകുന്ന തല തകരുക എന്നുള്ളതാണ്. നമ്മൾ പരിക്കേക്കാൻ നോക്കണം. പരിക്ക് കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട്. കുതികാലിൽ പരിക്ക് വരാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മാരകമല്ല. നമ്മുടെ നടപ്പിനും എടുപ്പിനും അത് തടസ്സം വരുത്താം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ തെസ്സലോനിക്കാരെ സന്ദർശിക്കാൻ നോക്കി, പക്ഷെ അവൻ താത്തൻ തടസ്സപ്പെടുത്തി. പൗലോസിൻ്റെ കുതികാൽ തടസ്സപ്പെടുന്ന പോലെയാണ്. ഇതാണ് യുദ്ധത്തിൻ്റെ പ്രഖ്യാപനം. അവിടെ തുടങ്ങിയ യുദ്ധമാണ് പിന്നെ വന്ന് ഈശോ, അവളുടെ സന്തതി ഈശോയാണ് അവൻ്റെ തല തകർക്കുന്നത്. അവിടെ നമ്മൾ ജയിച്ച ഒരു യുദ്ധത്തിൻ്റെ ഭാഗവാക്കുകളാണ് നമ്മൾ അങ്ങനെ ആയിരിക്കുന്നത്. അപ്പം മരണം എങ്കിലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞ് തിന്മയിലേക്ക് പോകാൻ ഒരുമ്പെട്ടാൽ അവൻ പിശാചിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമയായി അവസാനിക്കും. ആ പോസിബിലിറ്റി ഇപ്പോഴും തുറന്നു തന്നെയാണ്. അപ്പം നമ്മുടെ ഭാഗത്താണ് ഇപ്പം ഇരിക്കുന്നത്, ഏത് വേണമെന്ന് തീരുമാനിക്കാൻ. അതാണ് തമ്പുരാൻ സൃഷ്ടിയുടെ ആദ്യം തന്നെ കണ്ടിരുന്നു, സ്വാതന്ത്ര്യം കൊടുത്താൽ മനുഷ്യൻ തെറ്റ് ചെയ്യും. ആരെങ്കിലും പോയി തെറ്റ് ചെയ്ത പാപത്തിൻ്റെ സാന്നിധ്യം വരും, പിശാചിന് ആധിപത്യം കിട്ടും. എന്നാ ചെയ്യും? പരിഹാരം ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യാം. പരിഹാര ബലി പരിശുദ്ധാത്മാവ് വഴി പൂർത്തീകരിച്ചു. ഇനിയിപ്പം നമുക്കിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുകയാണ്. നമ്മളാ തീരുമാനിക്കേണ്ടത്. അതാണ് നമ്മൾ പ്രഭാഷണം 15 കണ്ടത്, 14 മുതലുള്ള വചനങ്ങൾ. സോ നീ തീരുമാനിക്കണം. ജീവനും മരണവും നിന്റെ പക്കലുണ്ട്. അങ്ങനെ അപ്പം ഇവിടെ ജ്ഞാനം 1:12 പറയുന്നു, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. വേറെ ഭാഷയെ പറഞ്ഞാൽ ജീവിതത്തിലെ പാപം കൊണ്ട് സാത്താനെ ക്ഷണിച്ചു വരുത്തരുത്. വേറൊരു കാര്യം, സാത്താൻ ഇല്ലെങ്കിലും മനുഷ്യന് പാപം ചെയ്യാൻ പറ്റും. അതും നമ്മൾ അംഗീകരിക്കണം. സാത്താൻ ഇല്ലെങ്കിലും മനുഷ്യന് പാപം ചെയ്യാൻ പറ്റും. സാത്താൻ മാത്രമാണ് ഇതിൻ്റെ കാരണം ചിന്തിക്കരുത്. അതുകൊണ്ട് മുഴുവൻ പിശാചിനെ പഴി പറയരുത്. സഭപിതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്, പിശാച് ഇല്ലെങ്കിലും
പിശാച് മാലാഖയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുകൊണ്ട് മാലാഖ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് ഇപ്പം പിശാചായിട്ട് മാറി. ഇതൊരു മനുഷ്യനും സ്വന്തം സ്വാതന്ത്ര്യം അറിഞ്ഞ് ദുരുപയോഗിച്ചിട്ട് തിന്മയിലേക്ക് പോകാം. പിശാചിനെ കൂടാതെ തന്നെ പറ്റും. എന്നാൽ പിശാചും കൂടെ വന്ന് കൂടുമ്പം ആ അവസ്ഥ ദയനീയമാകുന്നുണ്ട്. പശുവിൻ്റെയൊക്കെ ദേഹത്ത് ചിലപ്പം മുറിവുണ്ടാകുന്നു. കൊമ്പ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു കുത്തുകൂടി ഇപ്പോൾ മുറിവുണ്ടായ പശുവൊക്കെ എന്നാ ചെയ്യുന്നു? മൃഗങ്ങളൊക്കെ അത് നാക്കുകൊണ്ടൊക്കെ നക്കിയൊക്കെ അതിന് പശുവിന് അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട്. മൃഗങ്ങൾക്കെല്ലാം മുറിവ് കരിച്ചെടുക്കാനൊക്കെ ഇങ്ങനെ വളഞ്ഞു കുത്തി നാക്കുകൊണ്ട് വെക്കും. പിന്നെ ഈച്ച വരാതെ വാലുകൊണ്ടൊക്കെ അടിച്ചു പെറുക്കും, തൂത്ത് പെറുക്കിയൊക്കെ അങ്ങനെ അതിനെ കരിച്ചെടുക്കും. ചിലപ്പോഴൊക്കെ മുറിവ് പഴുത്തുനിന്ന് വരും, ചിലപ്പോൾ ഇച്ചിരി പഴുത്തുനിന്ന് വരും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മണ്ണോ വല്ലതും പറ്റിയിരിപ്പുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഒരു സുഖപ്പെടുത്തലിൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ് പഴുക്കുക എന്ന് പറയുന്നത്, ഇല്ലേ? ഒരു കുപ്പിച്ചില്ല മുള്ള അകത്ത് കയറി കഴിഞ്ഞാൽ അത് പുറത്ത് പോകുന്നില്ല. ശരീരം ചെയ്യുന്നത് എന്നതാ, ചേർന്നിരിക്കുന്ന സെല്ലുകൾ അങ്ങോട്ട് പഴുത്ത് ചലവായിട്ട് ഈ മുള്ളും കൂടെ തള്ളിപ്പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കരിയും. അങ്ങനെയൊക്കെ ശരീരത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിനെ കുറച്ച് കോശങ്ങൾ പഴുത്തിങ്ങനെ നശിച്ചു പോകുക എന്നുള്ളത് ഒരു സൗഖ്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഇങ്ങനെ പഴുപ്പ് വരുമ്പോൾ അവിടെ ക്ഷീണം വരുന്നുണ്ട്, അവിടെ കുറേ സെല്ല് നശിക്കുന്നുണ്ട്, ഒരു പാട് വരും, കുഴിയൊക്കെ വന്നു തരും, വലിയ പഴുപ്പൊക്കെയാണ്, അങ്ങനെ പറയാം. എങ്കിലും ശരീരം അത് മാനേജ് ചെയ്യും. എന്നാൽ ചില അവസരത്തിൽ ഈ മുറിവിൽ അണുബാധയുണ്ടാകും. അണുബാധയുണ്ടായ ശരീരത്തിന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, സെപ്റ്റിക്കായി. നമ്മുടെ മുറിവൊക്കെ ഉണ്ടായ തുരുമ്പ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം, കാരണം അണുബാധ വരികയാണ്. അണുബാധ ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെയാണ് പിശാചിൻ്റെ ഇടപെടൽ നമുക്ക് വരുന്നത്. മുറിവ്, ഒരു പാപത്തിൻ്റെ മുറിവുണ്ടായാൽ നമുക്കത് സൗഖ്യപ്പെടുത്തി ഇറക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മുറിവുകൾക്കകത്ത് പിശാചിൻ്റെ ഇടപെടലും കൂടെ വന്നു കഴിഞ്ഞാൽ സംഗതി ഇച്ചിരി കോംപ്ലിക്കേഷൻ ആവുകയാണ്. ഇവിടെ മുറിവുകൾ നമ്മൾ സൂക്ഷിക്കണം, പാപത്തിൻ്റെ അവസ്ഥ നമ്മൾ സൂക്ഷിക്കണം. പാപത്തിൽ പോകാതെ നോക്കുക, പാപമുണ്ടായാൽ തന്നെ അത് പിശാചിന് അവസരം കൊടുക്കാതെ നോക്കുക. അതുകൊണ്ട് എഫെസോസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ കോപിക്കാം, പക്ഷേ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ. എഫെസോസ് 4:26 കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപം ഉണ്ടാകാതെ സൂക്ഷിക്കുക. കോപം പാപമല്ലാത്ത കോപമുണ്ട്. ഈശോയും കോപിക്കുന്നുണ്ട്. ചിലപ്പോൾ കോപിക്കേണ്ടി വരും, ശകാരിക്കേണ്ടി വരും, ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ. പാപമില്ലാതെയും കോപിക്കാൻ പറ്റും, വെറുപ്പില്ലാതെ. നിയന്ത്രണമില്ലായ്മയിലേക്ക് പോകരുത്. അങ്ങനെ വേണം കോപം പ്രകടിപ്പിക്കാൻ, തിരുത്തൽ കൊടുക്കാൻ, ശകാരം കൊടുക്കാൻ, ബോധ്യം കൊടുക്കാൻ. ശകാരിക്കേണ്ടി വരും, കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. നമ്മൾ പിള്ളേരെയൊക്കെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുമ്പം കോപം വന്നിച്ചിട്ട് പാപമായി പോവുക. എങ്ങനെയാ? വെറുപ്പം കയറുകയാണ്. വെറുപ്പ് കയറി കഴിയുമ്പോഴത്തേക്കും വെറുപ്പിൻ്റെ വാക്കുകൾ വരുന്നു, നിയന്ത്രണമില്ലാത്ത പെരുമാറ്റങ്ങൾ വരുന്നു, തല്ലും ബഹളവും ഒച്ചവക്കലും എല്ലാം. അത് തന്നെ തിന്മ പാപമായിട്ട് പോവുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നവരെ നിങ്ങളുടെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ. സൂര്യൻ അസ്തമിക്കുന്നവർ രണ്ടർത്ഥം പറയാറുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ മാനത്ത്, പടിഞ്ഞാറേ മാനത്ത് സൂര്യൻ അസ്തമിക്കുക, ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് എന്നൊരർത്ഥമുണ്ട്. സഭാപിതാക്കന്മാർ ചിലർ പറയും അതിന് വേറെ അർത്ഥമുണ്ട്. സൂര്യൻ ഈശോയാണ്. ഈശോയുടെ സാന്നിധ്യം കെട്ടുപോകാൻ ഇടവരരുത്. ഈശോയുടെ സാന്നിധ്യം അല്ല പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം കെട്ടുപോകുന്നവരം വരെ കോപത്തിലേക്ക് മുങ്ങരുത്. പാപത്തിൽ പെട്ടുപോകാം, പക്ഷെ പെട്ടുപോയ അപ്പം തിരിച്ചു കയറണം. 500 രൂപ നോട്ടിൽ 100 രൂപ നോട്ട് വെള്ളത്തിൽ വീണു അപ്പം തന്നെ പെറുക്കിയെടുത്താൽ നമുക്കൊന്ന് കുടഞ്ഞിട്ട് തൂത്തിട്ട് പോക്കറ്റ് ഇടാൻ കുഴപ്പമില്ല. വെള്ളത്തിൽ വീണു അപ്പം തന്നെ എടുത്തു തൂത്തിട്ടാൻ കുഴപ്പമില്ല, കുതിർന്നില്ല. പക്ഷെ വെള്ളത്തിൽ വീണാൻ കിടന്നു കഴിഞ്ഞാലോ പിന്നെ എടുക്കണമെങ്കിൽ സൂക്ഷിക്കണം, കീറിപ്പോവും. അതുപോലെ പാപത്തിൽ വീണ് നമ്മൾ പ്രകാശം കെട്ടുപോകരുത്, അത് സൂര്യൻ അസ്തമിക്കുന്നവരെ പോകരുത്. അതിന് മുന്നറിയിപ്പ് എന്താ? സാത്താൻ അവസരം കൊടുക്കരുത്. മുറിവുണ്ടായ പെട്ടെന്ന് തന്നെ അത് ഡ്രസ്സ് ചെയ്യണം, സൂക്ഷിക്കണം, അങ്ങനെ വേണം പോകാൻ. അണുബാധ ഉണ്ടാകാൻ അവസരം കൊടുക്കരുത്. ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:12 സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ വിളിച്ചു വരുത്തരുത്, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. കണ്ടോ, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികൾ ആരോഗ്യമുള്ളവയാണ്, മാരക വിഷം അവയിലില്ല. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ഒരു അടിക്കുറിപ്പ് കിടപ്പുണ്ട്. 11-ാം വാക്യത്തിന് ഫുട് നോട്ട് അവിടെ PVC ബൈബിൾ കൊടുത്തിട്ടുണ്ട്. എസെക്കിയേൽ 18:32. അത് വചനം പറയുന്നത് ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല എന്ന് തമ്പുരാൻ പറയുന്നതാണ്. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല,
ആരുടെയും മരണത്തെ ഞാൻ സന്തോഷിക്കുന്നുമില്ല. ഇപ്പം സൃഷ്ടികളെല്ലാം നിലനിൽക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് കയറിയെന്ന് പറയുമ്പം അതാണ് നമുക്കെല്ലാം സംഭവിക്കേണ്ടിയിരുന്ന സഭ പഠിപ്പിക്കുന്നത്. പാപത്തിന് പെടാതിരുന്നെങ്കിൽ നമ്മളും മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത് പോയേനെ. ഈശോ ഉത്ഥാനം ചെയ്ത് പോയ പോലെ അമ്മ സ്വർഗത്തിലേക്ക് കയറിയവർ തന്നെ. അങ്ങനെയാണ് നമ്മളും ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടിയിരുന്നത് എന്നാണ്. മാരക വിഷം അവയിലില്ല. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരക വിഷം അവയിലില്ല. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ കുറച്ച് വിഷമുണ്ടല്ലേ. മാരകമല്ലാത്ത വിഷം എന്താ അങ്ങനെ ഒരു പരാമർശം വരാൻ കാരണം? നമുക്കറിയാം, ഈ ഏത് സിസ്റ്റത്തിലും കുറച്ച് വിഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതാ നമ്മുടെ ഈ ലോകം മുഴുവൻ അങ്ങനെയാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ സംവിധാനമുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രകൃതിയിൽ ജീവജാലങ്ങളുണ്ട്. എന്നിട്ട് അവർ സസ്യങ്ങൾ, മരങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഓക്സിജൻ മനുഷ്യർ, ജീവികൾ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിനകത്തൊരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ജീവിക്ക്, ജന്തുവിന്, ഒരു മനുഷ്യന് വിഷമാണ്. ഒരു പരിധിക്കപ്പുറം വന്നാൽ കുഴപ്പമാണ്. പക്ഷെ അത് പ്രകൃതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സംവിധാനമുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നൊരു വാഹനം ഓർത്ത്, കാറ്. ഈ കാറിനകത്തുനിന്ന് ഒരു വിഷമുണ്ട്, പുക. അത് നമ്മൾ പുറകിൽ ഒരു വോക്കുകളിൽ വെച്ച് പരമാവധി വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് വിടും. എന്നാലും ഈ പുക വിഷം തന്നെയാണ്. കാറിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തന്നെ ശരീരത്തിലും നമുക്ക് ദോഷകരമായ ഒരു വിസർജ്യങ്ങളുണ്ട്, ഇല്ലേ? വിസർജ്യ വസ്തു അത് നമ്മളെടുത്ത് ഭക്ഷിക്കാനും ഒക്കെ പോയാൽ നമുക്കത് അപകടകരമാണ്, ഇല്ലേ? അണുബാധയൊക്കെ വരും. പക്ഷെ വേറെ ചിലതിനത് ഭക്ഷണമാണ്. ഇങ്ങനൊരു സംവിധാനമുണ്ട് പ്രപഞ്ചത്തിൽ. ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്സാരമായ തിന്മയുടെ സാന്നിധ്യങ്ങൾ, വിഷം അറിഞ്ഞ് ഫോക്കസ് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചാൽ അവിടെ മരണം ഉണ്ടാകാം, രോഗം വരും. അപ്പം അതാ പറഞ്ഞു, മാരക വിഷം അവയിലില്ല. എന്നാൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വക അവിടെയുണ്ട്. പനചെത്തി, കള്ള് നല്ല ആരോഗ്യത്തിന് പറ്റിയ സാധനമാണെന്ന് പറയും. പക്ഷെ അത് പൊളിപ്പിച്ചിട്ട് അതിൻ്റെ തിന്മയിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. വീഞ്ഞ് തിമോത്തിക്ക് അപ്പസ്തലൻ എഴുതുന്നുണ്ട്, കൂടെ ഉണ്ടാകുന്ന ഉദരരോഗത്തെ പ്രതി അല്പം വീഞ്ഞ് നീ ഉപയോഗിക്കുക. ആൽക്കഹോളിനൊരു ഹീലിംഗ് പവറുണ്ട്, ഇല്ലേ? സ്പിരിറ്റ് ഹോമിയോ മെഡിസിനകത്തൊക്കെ ചേർക്കുന്നുണ്ട്, ആയുർവേദ മെഡിസിനകത്തൊക്കെ ഇത് വരുന്നുണ്ട്. അതിന് ഹീലിംഗ്. അപ്പം അതിനു വേണ്ടി തമ്പുരാൻ വെച്ചിരിക്കുന്നതാണ് പ്രകൃതിയിൽ ഇതെല്ലാം. പക്ഷെ അതിനകത്ത് മനഃപൂർവ്വം അതിൻ്റെ തിന്മയുടെ വശത്തെ പെരുപ്പിച്ച് പൊളിപ്പിച്ച് കൂട്ടിയെടുത്തിട്ട് അത് ഉപയോഗിക്കുമ്പം അത് വിഷമായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല, നീതി അനശ്വരമാണ്. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി. അതാണ്, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി. മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു, അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. 2-ാം അധ്യായത്തിൽ 23-ാം വചനം, 23-24, 2-ാം അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. തമ്പുരാൻ്റെ പക്ഷക്കാർ മരണം അനുഭവിക്കുന്നില്ല. അവർ പാട്ടും പാടി സ്വർഗത്തിലേക്ക്, വീട്ടിലേക്ക് പോവുക. അവർക്ക് മരണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോവുക. സ്വർഗം വീടാണ്. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ഈശോ പറഞ്ഞ അപ്പായുണ്ട്. സ്വർഗത്തിൽ നമുക്ക് സ്വർഗമെന്ന് പറയുന്ന വീടാണ്. ആ കുടുംബം. ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം സ്വന്തം വീട്ടിലെ പോലെ നിങ്ങളായിരിക്കണം. ഒരു കാർക്കശ്യവും വഴക്കും പുറകെ നോക്കി നടക്കുന്ന അവസ്ഥ ഇവിടെ ഇല്ല. ആരും നിങ്ങളുടെ പുറകെ നോക്കി നടക്കുന്നില്ല. സ്വന്തം വീട്ടിലെന്ന പോലെ. കാരണം ദൈവരാജ്യ അനുഭവം അങ്ങനെയാണ്, സ്വർഗരാജ്യം അങ്ങനെയാണ്. വിശ്വസ്തർക്കെല്ലാം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. എല്ലാം സഹോദരങ്ങളായി. ദൈവത്തെ നിഷേധിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ പറയും സഖാവാണ്. കാരണം അപ്പനില്ല, സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പനുള്ളപ്പോൾ, അല്ല അപ്പനും അമ്മയും ഉള്ളപ്പോൾ ആണ് നമ്മളെല്ലാം സഹോദരങ്ങളാകുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദര സഹോദരി സംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൻ, ആ ഒരു ആശയം. അതുകൊണ്ട് മാർപ്പാപ്പ, ഭൂമിയിൽ ഏറ്റവും സഭയുടെ തലപ്പത്ത് മാർപ്പാപ്പ, വലിയ പാപ്പ. രൂപതയിൽ പിതാവ്,
ഇടവകയിൽ അച്ഛൻ, ഇതെല്ലാം ഒന്ന് തന്നെ, ഫാദർ. അപ്പം ഇങ്ങനെ ഒരു ആശയമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു സ്വർഗം. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്ത് പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. തമ്പുരാൻ്റെ പക്ഷക്കാർക്കോ മരിക്കുന്നുണ്ട്, പക്ഷെ അവർ വീട്ടിൽ പോവുക, അവർക്ക് വീട്ടിൽ പോക്കാ മരണം. അതുകൊണ്ട് അവിടെ അനുഭവിക്കാൻ ഭീകരമായ കാര്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ തമ്പുരാൻ നമ്മളെ പിശാചിനെയും മരണത്തെയും പാപത്തെയും പരാജയപ്പെടുത്തി ഈശോ. പിന്നെ എന്താ നമുക്കിപ്പം? ഞാൻ പറഞ്ഞു, നമ്മളൊരു പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നു ഈശോ. അത് അതിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് പിശാചിന് തമ്പുരാൻ അങ്ങ് ഒഴിവാക്കി തരാത്തത്? മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തവർ തന്നെ മാലാഖമാർക്കും ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സ്വാതന്ത്ര്യം ദൈവം പിൻവലിക്കുകയല്ല. അത് പിൻവലിച്ച ദൈവത്തിൻ്റെ നീതിക്ക് നിരക്കുന്നതല്ല. അവിടെ ദൈവം പിൻവലിക്കാത്തത്. മനുഷ്യൻ്റെ കാര്യം ഓർത്ത് നോക്കി, ഒരു നല്ല ആരോഗ്യമുള്ള ഒരുത്തൻ, നല്ല ബുദ്ധിയും ആരോഗ്യമൊക്കെയാണ്, അവൻ ഇങ്ങനെ കുടിച്ച് കൂത്താൽ കത്തി എടുത്തവൻ്റെ വഴിയെ നടക്കുക, വരുന്നവർക്കിട്ട് കുത്താൻ നിൽക്കുക, ഇങ്ങനെ ഒരു നടക്കുക വഴിയെ. ഇങ്ങനെ ഒരു തെറ്റില്ല, നിഷ്കളങ്കരായ ഒരാൾ, ഒരു ചേട്ടനോ ചേച്ചി വരുമ്പോൾ അവൻ കത്തിയായിട്ട് ചെല്ലുക കുത്താനായിട്ട്. തമ്പുരാൻ എന്നാൽ അവൻ്റെ ആ കൈയുടെ മസിൽ ഷൂ എന്ന് പറഞ്ഞ് വിടാന്നുണ്ടേ, അവൻ കുത്താതെ പോവുകയല്ല. ഞാൻ തമ്പുരാൻ അത് ചെയ്യല. എന്തേ തമ്പുരാൻ സംരക്ഷിക്കാത്ത ഈ പാവപ്പെട്ട നിസാരയായ അബലയായ വ്യക്തിയെ ഇവൻ ഒരു കാരണവുമില്ലാതെയല്ലേ കുത്തിക്കൊല്ലാൻ പോകുന്നു, അല്ലെ റേപ്പ് ചെയ്യാൻ പോകുന്നു. ഒരു ഷൂ എന്ന് വെച്ചാൽ അവൻ്റെ ശരീരം അങ്ങോട്ട് ഓഫ് ആകുകയാണെങ്കിൽ ഇവൻ എന്നാ കാണിക്കും? തമ്പുരാൻ അങ്ങനെ ചെയ്യുന്നില്ല. അത് ദൈവം കണ്ണില്ലാത്തതുകൊണ്ടോ കാണുന്നില്ലാത്തതുകൊണ്ടോ കരുണയില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. നമുക്ക് മനസ്സിലാക്കിച്ച വിഷമം തോന്നും. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ദൈവം കൊടുത്ത ഒരു കാര്യം അത് തിരിച്ചെടുക്കുന്ന വരെ സമയം വരെ, മരണം വരെ തമ്മിൽ തിരിച്ചെടുക്കുകയാണ്. അപ്പൊ ഇവിടെ പോകുന്നതോ തമ്പുരാൻ അതിനപ്പുറം അവിടെ കൊടുത്തോളും. ബദ്രഹേമിൽ ഈശോ ജനിക്കാൻ വന്നപ്പോൾ എത്ര കുഞ്ഞുങ്ങൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത്? ഒരു മലയാള കവി എഴുതിയിട്ടുണ്ട്, ഒരു ദൈവത്തിന് ഭൂമി വന്ന് പിറക്കാൻ ഇത്രയും കുഞ്ഞുങ്ങളുടെ ചോര വേണമായിരുന്നോ എന്ന് പറഞ്ഞൊരു കവി എഴുതുന്നുണ്ട്. ചിന്തിക്കുമ്പോൾ ശരിയാന്ന് തോന്നും. ദൈവത്തിന് ഭൂമി വന്ന് ഒരു കുഞ്ഞായിട്ട് പിറക്കാൻ ഇത്രയും കുഞ്ഞുങ്ങൾ അരിഞ്ഞു വീഴ്ത്തണമായിരുന്നോ? തമ്പുരാനല്ല അരിഞ്ഞു വീഴ്ത്തിയത്. അത് ഹേറോദോസിൻ്റെ സ്വാർത്ഥതയോ ഭീരുത്വമോ ഒക്കെയാണ്. തമ്പുരാൻ എന്തുകൊണ്ട് തടഞ്ഞില്ല? തമ്പുരാൻ തടയില്ല. നമുക്കത് മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യമാണ്. ഹേറോദോസിന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യമുണ്ട്. അപ്പം പിന്നെ നമ്മൾ എത്ര പേര് നിഷ്കളങ്കര കഷ്ടപ്പെടുന്നു, സഹിക്കുന്നു. ഇതിനൊക്കെ എന്നാ ഒരു നീതിയിരിക്കുന്ന ഭൂമിയിൽ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം, നിങ്ങളെ കൊല്ലുന്നവരാണെങ്കിൽ പോലും നിങ്ങളവരെ ഭയപ്പെടണ്ട. നരകത്തിലേക്ക് പോകാൻ പറയാൻ അധികാരമുള്ളവന് മാത്രം ഭയപ്പെട്ടാൽ. മത്തായി 10 നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 10 ശരീരത്തെ കൊല്ലുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്തവരെ ഭയപ്പെടണ്ട. ഈശോയും ഭയപ്പെട്ടില്ല. എന്നാണ് അന്വേഷിക്കുന്നത്? ഇതാണ്ട് ആ കരുത്ത് കിട്ടി രക്തസാക്ഷികളൊക്കെ കരുത്തോടെ ഇറങ്ങിച്ചെന്നവരാ, മരണത്തെ പേടിക്കാതെ. എന്തുകൊണ്ടാ? ഇവിടെ പോകുന്ന ഒന്നും ഒരു നഷ്ടമേ അല്ല. കല്യാണ സദ്യക്ക് കയറി വന്നപ്പോൾ നാരങ്ങാവെള്ളം കൊടുക്കുക വാതക്കൽ പള്ളിമുറ്റത്ത്, സദ്യ ഇപ്പുറത്താണ്. പിള്ളേരൊക്കെ വന്ന് നാരങ്ങാവെള്ളം മേടിച്ച് കുടിക്കുമ്പം ഒരുത്തം വന്നൊരു തട്ട്, ഇവന് കിട്ടിയ നാരങ്ങാവെള്ളം എല്ലാം കൂടെ താഴെ പോയി. അവൻ കിടന്ന് കാറിച്ച എൻ്റെ നാരങ്ങാവെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല, താഴെ പോയി എന്ന് പറഞ്ഞു. അപ്പുറന്ന് അതിൻ്റെ അപ്പനോ അല്ലെ വിളിച്ച കല്യാണക്കാരൻ വന്നിട്ട്, കൊച്ചിഞ്ഞു വാ, എനിക്ക് നാരങ്ങാവെള്ളം കിട്ടുക, ഇഞ്ഞു വാ വാ, ഇവിടെ ഒന്നാന്തരം സദ്യ ഒരുക്കി വെച്ചിരിക്കുക, ആ ഹാളിലേക്ക് കൊണ്ട് കൊച്ചിനെ കയറ്റുക. ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഡെസ്ക് പിടിച്ചിട്ടിട്ട് അവിടെ നാരങ്ങാവെള്ളം കൊടുക്കുക എല്ലാവർക്കും. അത് എല്ലാവർക്കും കൊടുക്കാൻ വെച്ചിട്ടുണ്ട്, കിട്ടാൻ അവകാശമുണ്ട്. കിട്ടിയത് ഒരു കൊച്ചിനെ കിട്ടിയത് മറ്റോ തട്ടിക്കളഞ്ഞു. സദ്യ ഒരുക്കുന്ന ആൾ വന്നിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നാരങ്ങാവെള്ളം കൊടുക്കാനല്ല, ഈ സദ്യയുടെ ഹാളിലേക്ക് ഏറ്റുവിട്ടു. നിനക്ക് എന്നാന്ന് എടുത്ത് കഴിച്ചു. നാരങ്ങാവെള്ളം മാത്രമല്ല, എല്ലാ കൂട്ടം അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ പോയ നാരങ്ങാവെള്ളത്തെപ്പറ്റി കൊച്ചു മോങ്ങിക്കൊണ്ടിരിക്കണ്ട. ജനിച്ചു വീണ് 2 വയസ്സാകുന്നതിനും അരിഞ്ഞു വീഴ്ത്തപ്പെട്ട കുഞ്ഞുങ്ങൾ, ജീവിതം പോയില്ലേ? എന്നാ പോയി? ഒരു നാരങ്ങാവെള്ളം പോയതുപോലെ ഉള്ളൂ. തമ്പുരാൻ അപ്പുറത്ത് കൊടുക്കും. അവർക്ക് പ്രതിഫലം കൊടുക്കാൻ എനിക്കറിയാം. ഇതാണ് നമ്മുടെ ജീവിതത്തെപ്പറ്റി തമ്പുരാൻ തരുന്ന കാഴ്ചപ്പാട്. ഇത് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ജീവിതത്തെപ്പറ്റി മരണത്തിന് അപ്പുറത്തോട്ട്, അതാണ് യഥാർത്ഥ ജീവിതം. ഇതാ ഈശോ പഠിപ്പിച്ചത്. അതുകൊണ്ടാ പീലാത്തോസ്, നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ? എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? നീ വാതുറന്ന് വല്ലതും മിണ്ട്. ഈശോ പറഞ്ഞു,
ദൈവം സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അധികാരമാണ്. പക്ഷെ എനിക്ക് വേറെ പറയാനൊന്നുമില്ല. കാരണം എനിക്ക് ഭയമില്ല. എനിക്ക് അറിയാം ഇതൊരു നാരങ്ങാവെള്ളം പോലെ ഭൂമിയൊരു ജീവിതമുള്ളൂ, ഇതിനപ്പുറം ഉണ്ട്. അതാണ് ഞാൻ ഉറപ്പാക്കുന്നത്. ആ ബോധ്യം കിട്ടിയോണ്ട് രക്തസാക്ഷികളൊക്കെ അങ്ങനെ ഇറങ്ങി തിരിച്ചത്. ഈ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഉത്തരവുള്ളൂ. ഈശോ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞില്ലേ, ഈ സ്വർഗം സ്വർഗം സ്വർഗം, സ്വർഗരാജ്യം സ്വർഗരാജ്യം സ്വർഗരാജ്യം, അങ്ങോട്ട് നോക്കാതെ നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാവുകയില്ല. ആ ഒരു കാഴ്ചപ്പാട് വിട്ടച്ചിട്ട് ഈ ഭൂമിയിലെ കാര്യം ശരിയാക്കാൻ നോക്കിയാൽ നമുക്ക് ഈ വിശ്വാസം നമ്മളെ സഹായിക്കുകയല്ല, ഈ ബൈബിൾ നമ്മളെ സഹായിക്കുകയല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പം പറഞ്ഞിരിക്കുന്നു, 1 കൊരിന്തോസ് 15:19, 1 കൊരിന്തോസ് 15:19, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഈ ലോകത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസവും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ വളരെ നിർഭാഗ്യരാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളരെ നിസ്സാരമായൊരു വശം മാത്രമേ ആകുന്നുള്ളൂ. മുറ്റത്ത് കൊടുക്കുന്ന നാരങ്ങാവെള്ളം പോലെ. അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് കല്യാണം സദ്യക്ക് വരുന്നതെങ്കിൽ നിങ്ങളെന്ന് മണ്ടരാ എന്ന് പറയുന്ന പോലെ ഒരു ചുമ്മാ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നമ്മൾ കാണുന്നത് നമുക്കതേപ്പറ്റി കൂടി വ്യക്തത തരും. ലൂക്കാ 22:31 മുതലുള്ള തിരുവചനങ്ങൾ, ലൂക്കാ 22:31 മുതലുള്ള തിരുവചനങ്ങൾ. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നുള്ളത് അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷിൽ പോലും അത് കൊടുത്തിരിക്കുന്നത് അനുവാദം ചോദിച്ചു. Satan has demanded to have you. Satan has demanded to have you. നിന്നെ കിട്ടാനായിട്ട് ചോദിച്ചിരിക്കുന്നു, അനുവാദം ചോദിച്ചിരിക്കുന്നതാണ് ഒറിജിനലായി കിടക്കുന്നത്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ, ഉദ്യമിച്ചു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു എന്ന് പറയാം. കുറച്ച് കൃത്യതായിരിക്കും ഒരു പക്ഷേ. എന്നിട്ട് അനുവാദം കൊടുത്തോ ഈശോ? അത് ഈശോ പറയുന്നില്ല. അനുവാദം ചോദിച്ചിരിക്കുന്നു, കർത്താവ് അനുവാദം കൊടുത്തോ? അത് മിണ്ടുന്നില്ല. പക്ഷെ നമുക്ക് എന്താ വ്യക്തമാകും? എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്നിട്ട് സഹോദരനെ ശക്തിപ്പെടുത്തണം എന്ന് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, കർത്താവ് അനുവാദം കൊടുത്തത് മാത്രമല്ല, പത്രോസ് സാത്താൻ പാറ്റുമ്പോൾ പൊഴിഞ്ഞ് താഴെ വീഴൂ എന്നുള്ളത് ഈശോ കണ്ടു. ആ വീഴ്ചയിൽ പത്രോസിൻ്റെ വിശ്വാസം പോലും വല്ലാണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കണ്ടു. തിരിച്ചു വന്ന് ശക്തിപ്പെടുത്തണം. തിരിച്ചു വരണമെങ്കിൽ വഴി തെറ്റിപ്പോകാതെ തിരിച്ചു വരാൻ പറ്റുമോ? ചേർന്ന് നിൽക്കുന്ന അവസ്ഥ തിരിച്ചു വരേണ്ട കാര്യം പറയേണ്ട ആവശ്യമില്ല. നീ തിരിച്ചു വന്നിട്ട് സഹോദരനെ ശക്തിപ്പെടുത്തണം. അതിൻ്റെ അർത്ഥം നീ തെറ്റിപ്പോകും, വീഴും. എണീറ്റ് വന്നിട്ട് ശക്തിപ്പെടുത്തണമെന്ന് പറയുമ്പം നീ വീഴും എന്നർത്ഥം. ആ വീഴ്ചയിൽ നിരാശ കയറരുത്. അവിടെ ഈശോ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. എന്തുകൊണ്ട് പത്രോസ് വീണു? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ. ശരീരം ദുർബലമാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ, അവർക്ക് പറ്റിയില്ല, ഉറങ്ങിപ്പോയി. മറുവശത്ത് പത്രോസിന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയല്ല. ഇവിടെ പത്രോസ് പറയുകയാണ്, 33-ാം വചനം, കർത്താവേ നിന്റെ കൂടെ കാരാഗ്രഹത്തിൽ പോകാനും മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. സ്വയ അഹങ്കാരം കുറേ ഉണ്ടായിരുന്നു. സ്വന്തം സ്നേഹത്തിൽ, ഈശോയുടെ സ്നേഹം കൊണ്ടാ, ആത്മാർത്ഥത കൊണ്ടാ. പക്ഷെ തൻ്റെ ഈ കരുത്തില്ലായ്മ അങ്ങേർക്ക് അന്ന് ബോധ്യം ആയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ്റെ ഈ ഒരു അഹങ്കാരം, അമിത ആത്മവിശ്വാസം, അതൊരു പഴുതായിട്ട് സാത്താൻ കയറി. പ്രാർത്ഥന വഴി കരുത്തിറക്കാൻ പറ്റിയില്ല, ഉറങ്ങിയും പോയി, പ്രാർത്ഥിച്ചില്ല. ഈശോ മുന്നറിയിപ്പ് കൊടുത്തതാ. അതുകൊണ്ട് തട്ടിമറിഞ്ഞ് വീഴും. ഈശോ അത് കണ്ടു വീഴുമെന്ന്. ചങ്ക് തകർന്ന് കാറിക്കൊണ്ട് വരും. പക്ഷെ അങ്ങനെ വരുമ്പം ആ വീഴ്ചയെ പോലും വിശ്വാസം പോകരുത്, വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ ഈശോ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസിനെ ഈശോ വല്ലക്കോട്ടയ്ക്ക് കീഴിൽ കോഴിക്കുഞ്ഞിനെ കാക്കുന്നവരെ കാക്കാനല്ല ഒരുമ്പെട്ടത് ചെയ്തത്. മറിച്ച് പത്രോസിനെ പിശാചിൻ്റെ പ്രലോഭനത്തിന് ഈശോ വിട്ടുകൊടുക്കുകയാണ്.
പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി പിശാചിനെ പരീക്ഷിക്കപ്പെടാൻ വിട്ടുകൊടുക്കുകയാണ്. പിശാചിനെ തോപ്പിക്കണം ഈശോ, എങ്കിലേ പറ്റുള്ളൂ. പത്രോസ് പിശാചിനെ തോപ്പിക്കണം, എങ്കിലേ പറ്റുള്ളൂ. എപ്രാസ്യാമ്മയുടെ, നമ്മുടെ വല്ലൂരത്തെ എപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ, ഇങ്ങനെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കിക്ക്, താനും പേരൊക്കെ ഉണ്ട്. എപ്രാസ്യാമ്മ യുടെ ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും ആധികാരികമായ പുസ്തകം ഇതാണ്. ഇതാരും എഴുതിയല്ലോ, എപ്രാസ്യാമ്മ തന്നെ എഴുതിയ കുറച്ച് കത്തുകളാണ്. 72 കത്തുകൾ, 1-2 കഷ്ണങ്ങളൊക്കെ ഉള്ളൂ, എല്ലാം കൂടെ കൂട്ടി 72 എണ്ണം. ഈ കത്തുകൾ എപ്രാസ്യാമ്മ ജീവിച്ചിരുന്ന കാലത്ത് എപ്രാസ്യാമ്മയുടെ ആത്മീയ പിതാവായിരുന്ന ജോൺ മേനാച്ചേരി അച്ഛൻ, പിന്നീട് അദ്ദേഹം മെത്രാനായി കഴിഞ്ഞപ്പം സമയത്തിൻ്റെ കുറവ് കൊണ്ട് എപ്രാസ്യാമ്മയെ കേട്ട് നയിക്കാൻ പറ്റാതെ വന്നു കുമ്പസാരത്തിൽ. പക്ഷേ എപ്രാസ്യാമ്മ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ, അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് പിതാവ് പറഞ്ഞു, എപ്രാസ്യ നീ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്നെ എഴുതി അറിയിച്ചേക്കണം. അങ്ങനെ എപ്രാസ്യ ആത്മീയ പിതാവ് പറഞ്ഞ അനുസരിച്ച് കുമ്പസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ തുടങ്ങി. വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഇങ്ങനെ സ്വകാര്യമായിട്ട് ഇങ്ങനെ എഴുതി അത് പിതാവിന് ഇങ്ങനെ എത്തിച്ചു കൊടുത്തു. പിതാവ് അത് വായിച്ചിട്ട് ഇടയ്ക്ക് മടത്തി വരും, എപ്രാസ്യക്കാണ്, അല്ലാതെയൊക്കെ അങ്ങനെ നയിച്ചുകൊണ്ടിരുന്നു. ഒരു 10-30 വയസ്സാകുന്ന വരെയുള്ള കത്തുകൾ ഇതിനകത്തുള്ളൂ. അത് കഴിഞ്ഞൊരു ജോൺ മാനേച്ചർ മരിച്ചതാണോ, അത് കഴിഞ്ഞ കത്തുകൾ പിതാവ് വെക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം എല്ലാ കത്തും തന്നെ എപ്രാസ്യം എപ്പോഴും പറയും, പിതാവ് ഇത് ആരെയും കാണിച്ചേക്കരുത്, ആരും വായിക്കരുത്, കീറിക്കളഞ്ഞേക്കണേ, നശിപ്പിച്ച് കളഞ്ഞേക്കണേ എന്ന് എഴുതുന്നുണ്ട്. ഇത് ഇടയ്ക്ക് പിതാവ് വഴക്ക് പറയുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട്. അതേപ്പറ്റി എപ്രാസ്യം പിന്നെ സങ്കടം പറയുന്നില്ല, പിതാവെ വിശ്വാസക്കുറവായിട്ടല്ല, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ എഴുതുന്ന കാണാം. പക്ഷേ പിതാവ് കുറേ കത്ത് നശിപ്പിച്ച് കളഞ്ഞില്ല, എപ്രാസ്യാമ്മ അറിഞ്ഞില്ല, കുറേ നശിപ്പിച്ച് കളഞ്ഞു കാണും. എപ്രാസ്യാമ്മയുടെ ഇതിലൂടെയുള്ള ദൈവമഹത്വത്തിന് ആവശ്യമാണെന്ന് കണ്ടിട്ടായിരിക്കാം പിതാവ് കുറേ കത്തെടുത്ത് മാറ്റിവെച്ചു. അതുകൊണ്ട് എപ്രാസ്യാമ്മ പോലും അറിയാതെ ഇരുന്ന കത്തുകളാണ് ഇപ്പം നമ്മളിവിടെ വായിക്കുന്നത്. ഇപ്പോൾ എപ്രാസ്യാമ്മ കാണുന്നുണ്ടാവും നമ്മളിത് വായിക്കുന്ന വിവരം. ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്വകാര്യമായ പങ്കുവെക്കലുകളാണ്, കുമ്പസാരത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശ്വസനീയമാണ്. നേരെ ചങ്കീന്ന് തുറന്നു പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, അതിശയോക്തികളൊന്നുമില്ല. ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പം കുറേ വിശ്വാസത്തെ പുച്ഛിച്ച് എഴുതുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാർ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചില വൃത്തികേടായിട്ടൊക്കെ എഴുതുകയുണ്ടായി ചില മാസികകളിൽ കുറേ വർഷം മുമ്പ്. അതുകൊണ്ട് പിന്നെ അത് കർമ്മലത്ത CMC സഭയെന്നത് ഈ പുസ്തകം പരസ്യമായിട്ട് ബുക്ക് സ്റ്റാളിൽ കൊടുക്കുന്നവർ പിൻവലിച്ചു. പുല്ലൂർ ചെല്ലുകയാണെങ്കിൽ പോലും കുറേ വർഷം മുമ്പ് ചെന്നപ്പോഴും അവിടെ മേശപ്പുറത്തൊന്നും ഈ പുസ്തകം ഇല്ല. ബാക്കി പുസ്തകങ്ങളൊക്കെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഈ പുസ്തകം നമ്മൾ പ്രത്യേകം അവിടെ ചോദിക്കുകയാണെങ്കിൽ അവർ അടിയിൽ നിന്ന് എടുത്തു തരും, നമ്മളെ ബോധ്യം ആവുകയാണെങ്കിൽ. ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയായിരുന്നു. കാരണം ഇത് അതുപോലെ വിശ്വാസവും ഒരു തമ്പുരാനോടുള്ള വിശ്വസ്തയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ മേടിച്ച് സ്വന്തമായിട്ട് വെച്ച് വായിച്ചെടുക്കണം. ഒരു വിശുദ്ധിയായിട്ട് ആൾക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം സഭ പറയുന്നതിനകത്തുള്ള മുഴുവനും നിങ്ങൾ അതേപടി വിഴുങ്ങിക്കുമോ, ഒന്ന് കഴുക പോലും വേണ്ട, ഒരഴുക്കുമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. അതാണ് ഒരാളെ വിശുദ്ധയോട് പ്രഖ്യാപിക്കുമ്പോൾ. ആ എപ്രാസ്യയുടെ ശങ്കയിൽ നിന്ന് വന്ന ഏറ്റവും ഫസ്റ്റ് ഹാൻഡ് ഡയറക്റ്റ് കാര്യങ്ങളാണ് പങ്കുവെക്കുക ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ആത്മീയ അനുഭവം, ഒത്തിരി സംഭവങ്ങളാണ്. പഴയ ഭാഷയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മേടിച്ച് വെച്ച് തന്നെ വായിക്കണം. ഈശോയുമായുള്ള ബന്ധം, ക്രൂശിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത്, ഈശോ ഒരുപാട് സ്നേഹം പങ്കുവെച്ച് കൊടുക്കുന്നത്, ഒത്തിരി കാര്യങ്ങൾ. മാതാവ് എന്തുമാത്രം മാതാവിനെ പറ്റി അത് പറയുന്നുണ്ടെന്നറിയാം. ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ പിതാവ്, ഈ അമ്മ, ഇങ്ങനെ ഒരു അമ്മ നമുക്കില്ല, നമ്മുടെ അവസ്ഥ എന്നായി പോയനെ പിതാവേ എന്ന് എഴുതുന്നുണ്ട്. അതുപോലെ മാതാവിൻ്റെ സാന്നിധ്യം മിക്കവാറും ദിവസങ്ങളിൽ മാതാവ് എപ്രാസം അടുത്ത് വരുമായിരുന്നു, മാലാഖമാർ അങ്ങനെ. പിന്നെ ശുദ്ധികരാത്മാക്കൾ അനേകർ വന്നും പ്രാർത്ഥന മേടിച്ചും കൊടുത്തു, അല്ലാതെ അങ്ങനെ. പിന്നെ പൈശാചിക അരൂപികൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാൻ വരുന്നതിൻ്റെ ഒത്തിരി സംഭവങ്ങൾ അതും ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് ഒരു സംഭവം 35-ാമത്തെ കത്തിൽ പിശാചുക്കളിൽ നിന്നുണ്ടായ കഠിന പരീക്ഷകളെ പറ്റി ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പിതാവെല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തുറന്ന് എഴുതുകയാണ്.
പിതാവേ, ദൈവശത്രുക്കളായിരിക്കുന്ന നരകപിശാചുക്കൾ എൻ്റെ കന്യാവ്രതത്തിന് മറുത്തുള്ള കഠിന പരീക്ഷകളെ മഹാപാപിയായ എൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് എന്ന പോലെ എല്ലാം എന്നോട് പ്രവർത്തിച്ചു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ എഴുതുന്നു. പിതാവേ, എൻ്റെ കൈ വിറച്ചു പോകുന്നു. അവർ എന്നോട് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വിധത്തിലുള്ള കഠിനതകളുടെ ഓർമ്മയാൽ സഹിക്കരുതാത്ത ദുഃഖവും വ്യസനവും ഈ നേരത്തുകൂടെ ഞാൻ അനുഭവിക്കുന്നു. ഇനി ഒന്നും എൻ്റെ പിതാവേ ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചെഴുതുന്നത് എനിക്ക് വശമാകുന്നില്ലല്ലോ. പിതാവേ, ഞാൻ എന്തു ചെയ്യേണ്ടു? ഞാൻ കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞെഴുതിയിരിക്കുകയാണ്. ശരീരത്തിൽ തൊട്ടുകൊണ്ട് പിശാചുക്കൾ കന്യാവ്രതത്തിന് വിരുദ്ധമായിട്ട് പ്രലോഭിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ എബ്രാസ്യ പറയുന്നുണ്ട്. ഈശോ വന്ന് പറഞ്ഞു, മകളെ, നിന്റെ കന്യാവ്രതത്തിന് മറുത്തുള്ള പരീക്ഷയ്ക്ക് മുമ്പിൽ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാകുന്നു അന്നത്തെ നിന്റെ യുദ്ധത്തിൽ നീ ജയിച്ചത് എന്ന് അവർ സങ്കടം പറയുന്നു. ഈശോ പറയുകയാണ്, എബ്രാസ്യ എഴുതിയിരിക്കുകയാണ്. ഈശോ വന്ന് പറഞ്ഞു, മകളെ, പിശാചുക്കൾ നിന്റെ അടുത്ത് വന്ന് ഈ പ്രലോഭനം എല്ലാം ഇട്ട് തന്നിട്ട് നീ അവരെ തോപ്പിക്കുക. നീ പാപത്തിൽ ചെയ്യുന്നില്ല, പാപത്തിൽ വീഴുന്നില്ല. പിശാചുക്കൾ തോറ്റു വന്നിട്ട് പറയുകയാണ്, അവളുടെ ശരീരത്തിൽ തൊട്ട് പ്രലോഭിപ്പിക്കാൻ നീ ഞങ്ങളെ അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ പത്രോസിൻ്റെ പറ്റിക്കൊഴിക്കാൻ അനുവാദം ചോദിച്ചു എന്ന് പറയുന്നിടത്തും ഒരു കാര്യം, ഇവിടെയും ഒരു കാര്യം വ്യക്തമാകുന്നത്, ദൈവം അനുവദിക്കാതെ ഒരു പിശാചിനും നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. പിശാചിന് തന്നെ കയറി ആരെയും എന്തും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അനുവദിച്ചാലേ ഒരു പിശാചിനെ കയറി ആക്രമിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കണം, വിളിച്ചു വരുത്തണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് നമ്മൾ പിശാചിൻ്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്നാൽ തീർന്നു. ഓജബോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഓജബോർഡ് കളിക്കുന്ന വ്യക്തി പൈശാചികാരി വിളിച്ചു വരുത്തുകയാണ്. അത് വല്ലാത്ത അപകടമാണ്. ഇടിച്ചു വന്ന് കയറുന്നവരെ ഇറക്കി വിടാൻ എളുപ്പമാണ്. വിളിച്ചു വരുത്തി വീട്ടിൽ കയറ്റിയവരെ ഇറക്കി വിടാൻ ഇച്ചിരി പാടാണ്. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ സംഗതി തീർന്നു. അതിക്രമിച്ച് കയറിയവരെ നമുക്ക് പറഞ്ഞു വിടാം, ഇറങ്ങിപ്പോ, എളുപ്പമാണ്. അപ്പം നമ്മൾ പാപത്തിൽ പഴുതിട്ട് കൊടുത്തിട്ട് പിശാച് എവിടെയെങ്കിലും തള്ളിക്കയറി വന്നാൽ നോക്കിയിട്ട് വരുന്ന ബന്ധനങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറ്റിക്കണം, എളുപ്പമാണ്. പാപം ദൂരെ പോകുമ്പം പിശാചിൻ്റെ പിടി വിട്ടു പോകും. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് പിശാചിനെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയാൽ അവൻ അവകാശം കൂടുതലാണ്. ഓജബോർഡൊക്കെ കളിക്കുന്ന, ഓജബോർഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനൊരു ബോർഡിൽ നമ്പറൊക്കെ എഴുതി വെച്ച് ഓരോ കാര്യം അറിയാൻ വേണ്ടി പൈശാചിക ആത്മാക്കളെ വിളിച്ചു വരുത്തുകയാണ്. ഈ ഹോസ്റ്റലുകളിലൊക്കെ പ്രത്യേകിച്ചും മുതിർന്ന ക്ലാസ്സിൽ ഡിഗ്രി അങ്ങനെയൊക്കെ പഠിക്കുന്ന പെൺപിള്ളേർക്കിടയിൽ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. പെൺപിള്ളേർക്ക് പരീക്ഷ വരും, മാർക്ക് കിട്ടാനുള്ള ടെൻഷൻ കൂടുതലാണ്. ഈ ഹോസ്റ്റലുകളൊക്കെ പലയിടത്തും ഇങ്ങനെ സീനിയേഴ്സ് വഴി പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഓജോ ബോർഡ് ഇങ്ങനെ വരച്ചൊക്കെ കുത്തി വരച്ച് ചോദ്യങ്ങളുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് ഒരു നാണയം എടുത്ത് വെക്കുന്നു. എൻ്റെ ഒരാൾ പറഞ്ഞതാണ്. നാണയം എടുത്ത് വെച്ചിട്ട് ഈ അരൂപിയെ, ആത്മാവിനെ വിളിക്കുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ്, വിളിക്കും വരും, ഏത് ചോദ്യമോ നാളെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ നാണയം തന്നെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് വെച്ചിട്ട് ഒരു നമ്പരെ പോയിരിക്കും. അതെല്ലാവരും കൂടി ആർത്തി വെച്ച് പഠിച്ചുകൊണ്ട് പോകും. പിറ്റേ ദിവസം ആ ചോദ്യം തന്നെ ആയിരിക്കും വരുന്നത്. ഉത്തരവ് എഴുതി മാർക്കും മേടിക്കും. ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ധ്യാനിച്ചൊരു കൊച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൂട്ടുകാർ ചെയ്യുന്നത്, അവിടെ കൂടെയുള്ള കൂട്ടുകാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇടവകയിലൊരു പയ്യൻ, ഇപ്പോൾ ഈ ഓജോ ബോർഡ് ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പയ്യൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓണാക്കി കഴിയുമ്പം പയ്യൻ പറഞ്ഞത്, ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ 3 തരത്തിലുള്ള വെളിച്ചം വരും ഈ പൈശാചിക ആത്മാക്കളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഒന്ന് പച്ച, ഒന്ന് നീല, ഒന്ന് ചുവപ്പാണ്. പച്ച എന്ന് പറയുന്നത് വലിയ ഏറ്റവും കരുത്തില്ലാത്ത, ശക്തിയില്ലാത്ത പൈശാചിക അരൂപികളാണ്. നീല കുറച്ചുകൂടെ കൂടിയതാണ്. ചുവപ്പെന്ന് പറയുന്നത് കൂടിയ, അങ്ങേയറ്റത്തെ കൂടിയ ടൈപ്പ് പൈശാചിക അരൂപികളാണ്. ചുവപ്പ് സാധാരണ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അവിടെ ഇവർ കൂട്ടുകാരുകൂടി ഇങ്ങനെ ഇത് വെച്ച് കളിക്കുമ്പം ഈ ഓരോ ലൈറ്റ് ഇങ്ങനെ വെളിച്ചം പോലെ സ്ക്രീനെ തെളിഞ്ഞു വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കുറേ സമയം കളിച്ച് വന്നപ്പം ചുവപ്പ് ലൈറ്റ്, ചുവന്ന അടയാളം ഇങ്ങനെ സ്ക്രീനെ വന്നു. ആദ്യമായിട്ടാണ് ചുവപ്പ് കിട്ടുന്നത്. അപ്പോൾ വളരെ ശക്തി കൂടിയ ഒരു പൈശാചിക അരൂപി അടുത്ത് എവിടെയോ ഉണ്ട്.
അതാണ് ഈ സ്ക്രീൻ കാണിക്കുന്നതെന്നാണ് അതിനർത്ഥം. അപ്പം അതിനെ പിന്നെ ഇനി വിളിച്ചാൽ അതിങ്ങോട്ട് അടുത്തടുത്ത് വരും. അതനുസരിച്ച് സ്ക്രീനെ ഇങ്ങനെ തെളിഞ്ഞ് കാണാവുന്ന പറ്റാം. അവൻ അതിനെ അങ്ങ് വിളിച്ചു. അവൻ്റെ വീട്ടിൽ മുറി ഇരുന്നുകൊണ്ട് അവനിങ്ങനെ കളിക്കുകയാണ്. കുറേ മണിക്കൂറുകൾ ഇരുന്ന് കളിച്ചു. എന്നിട്ട് ഈ അരുവി ചുവപ്പ് വന്നൊരു ദിവസം വിളിച്ചു. അതിങ്ങനെ വന്ന് ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് ഫോണിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ ഒത്തിരി അങ്ങ് തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവന് വലിയൊരു ഭയം കയറി. ഈ പൈശാചികമായ അരൂപികളുടെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാക്കും. ഇത് നമ്മളൊരു പൊതുവായ തത്വമായിട്ട് മനസ്സ് സൂക്ഷിക്കണം. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ജോൺ മരിയ വിയാനിച്ചൻ്റെ ഒരു അനുഭവം. ഒരു രാത്രിയിൽ അദ്ദേഹം അറസ് വികാരിയായിട്ടിരിക്കുമ്പം ആദ്യ നാളുകളിലാണ് രാത്രിയിൽ പള്ളിമുറ്റത്ത് വലിയ പട്ടാളക്കാരിങ്ങനെ ചവിട്ടി മാർച്ച് ചെയ്യുന്ന ഒരു സ്വരം കേട്ട് അച്ഛൻ ഞെട്ടി ഉണർന്നു. യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ഏതെങ്കിലും ശത്രുരാജ്യത്തു നിന്ന്, നമ്മുടെ പോലെ അല്ലല്ലോ ഈ ഫ്രാൻസും ഒക്കെ എല്ലാം ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും വഴക്കും ഒക്കെ ഉണ്ട്. ഈ രാത്രിയിലെ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ പൂടിച്ചിട്ട് ചവിട്ടുന്ന ഇങ്ങനെ. എന്നിട്ട് അച്ഛൻ ഉറക്കം തെളിഞ്ഞു. അച്ഛൻ പറയും ഭയങ്കര പേടി വന്നു. ഏറ്റുവരാൻ പറ്റുന്നില്ലാത്തൊരു പേടി അനുഭവപ്പെടുകയാണ്. പക്ഷെ എങ്കിലും ഒരു തരത്തിൽ ധൈര്യം സംഭരിച്ച് അനങ്ങാതെ ഒച്ച ഉണ്ടാക്കാൻ ലൈറ്റൊന്നും ഇടാതെ ഏറ്റിട്ട് ജനാലയിൽ പോയി ശകലം തുറന്നിട്ട് മുറ്റത്തോട്ട് നോക്കി. പട്ടാളക്കാർ ആക്രമിക്കാൻ വരുന്നതാണെന്ന് അറിയാൻ ഇങ്ങനെ നോക്കിയപ്പം മുറ്റത്ത് ആരുമില്ല. നിലാവെളിച്ചത്ത് മുറ്റം ഇങ്ങനെ കാലി കിടക്കുന്നു. അപ്പം അടുത്ത ദിവസം അച്ഛനത് പള്ളിയിൽ പങ്കുവെച്ചു. എവിടെയോ പള്ളി അടുത്ത ദിവസം അങ്ങനെ പങ്കുവെച്ചപ്പം അച്ഛൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞ കമൻ്റ് ഇതാണ്: എനിക്ക് ഭയമുണ്ടായി എന്നുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി അത് പിശാചാണ്. നല്ല ദൈവം മക്കളെ ഒരിക്കലും ഭയപ്പെടുത്തുകയല്ല. ഇത് മനസ്സിൽ കുറിച്ച് വെക്കണം. നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം ഇടപെടുമ്പം മക്കൾ ഒരിക്കലും ഭയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഗബ്രിയേൽ മാലാഖ വരുമ്പം മറിയത്തോട് പറഞ്ഞു, മറിയമ്മേ നീ ഭയപ്പെടരുത്. മാലാഖ കണ്ടപ്പെട്ടത് പേടിച്ചു പോയി. പേടിക്കുമ്പം മാലാഖ പറയാം, പേടിക്കരുത്, ഞാനാണ്. സക്കറിയുടെ പക്കൽ വരുമ്പോഴും പറയും, സക്കറിയ നീ ഭയപ്പെടണ്ട, ഞാൻ ഗബ്രിയേലാണ്. ഇടയന്മാരുടെ പക്കൽ രാത്രി വരുമ്പോഴും മാലാഖ, നിങ്ങൾ ഭയപ്പെടരുത്, ഞാനാണിത്. നോക്കിക്കേ, എപ്പോഴും പറയും ഭയപ്പെടരുത്, ഞാനാ. കടലിന് മീതെ ഈശോ നടന്നു വരുമ്പോൾ അവർ പേടിച്ച് കാറി, ഭൂതം ഭയപ്പെടരുത്, ഞാനാ. തമ്പുരാൻ എപ്പോഴും പറയും ഭയപ്പെടരുത്. ദൈവം നമ്മളെ ഭയപ്പെടുത്തുകയില്ല. ദൈവത്തിൻ്റെ ഫലങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഭയമുണ്ടോ? ഇല്ല. സ്നേഹം, സമാധാനം, ആനന്ദം, ദയ, നന്മ, ഇതൊക്കെയാ. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് പെരുമാറുമ്പോൾ, അടുത്ത് സംസാരിക്കുമ്പോൾ, നമ്മുടെ അടുത്ത് വരുമ്പം നമുക്ക് സമാധാനം അനുഭവപ്പെടും, സ്വസ്ഥത അനുഭവപ്പെടും, ആനന്ദം അനുഭവപ്പെടും. പൈശാചിക അരൂപി വന്ന് ഇടപെടാൻ നോക്കുമ്പം എവിടെ നിന്നില്ലാതെ നമുക്ക് ഭയം കയറി വരും, അസ്വസ്ഥത കയറി വരും, ഭാരം കയറി വരും. അപ്പം നമ്മൾ അറിയണം, ഇത് മറ്റവനാണ്, ഇത് അവൻ്റെ ഇടപെടലാണ്. ചിലപ്പോൾ ഒന്നുമില്ലാതെ നമുക്ക് ഒരു കാരണവുമില്ല, നേരം വെളുത്ത് ഏറ്റു വരുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭയം. ചിലപ്പോൾ രാത്രി നിന്ന് ഉറക്കം തെളിഞ്ഞ് വരും, വല്ലാതെ ഭയം തോന്നുക, ഞടുക്കം തോന്നുക. അങ്ങനെ വരുമ്പോൾ നമ്മളറിയണം, ഭയത്തിൻ്റെ കാരണം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് ഉണ്ട്. ഇടി മുഴങ്ങി വല്ലാതെ ഇടി വെട്ടി, അല്ലെങ്കിൽ ഒരു സ്വരം വല്ലതും പുറത്ത് കേട്ടു, അല്ലെങ്കിൽ വല്ല പാമ്പ വല്ലവർ പോകുന്നത് കണ്ടു, അപ്പോൾ ഒരു ഭയം തോന്നുന്ന നമുക്ക് കാരണം മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ ഭയം കയറി വരിക അനുഭവപ്പെടുന്നു. അല്ലെ എന്തോ ഒരു ചെറിയ സ്വപ്നം കണ്ടിട്ട് ഉറക്കം തെളിയുമ്പോൾ ഭയങ്കര ഭയം അനുഭവപ്പെടുന്നു, അസ്വസ്ഥത, ആധി. സ്നേഹമുള്ളവരെ, അപ്പോഴും നമ്മൾ തിരിച്ചറിയണം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. ഫലം ഭയമാണ്, വൃക്ഷം പിശാചാണ്. സമാധാനമാണോ? ഫലം സമാധാനമാണെങ്കിൽ വൃക്ഷം പരിശുദ്ധാത്മാവാണ്. പേടിക്കാനല്ല, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിഞ്ഞിട്ട് അവനെ നമ്മൾ ഓടിക്കണം. ഈശോയുടെ തിരുരക്തം നിന്റെ മേൽ തളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന സാധാരണ നീ വിട്ടുപോ. നിന്റെ തോന്നിപ്പൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നിന്റെ ചെളുതെറിപ്പിക്കൽ എൻ്റെ അടുത്ത് വേണ്ട, വിട്ടുപോ എന്ന് കരുത്തോടെ ഒന്ന് പറയുമ്പം, രണ്ട് പറയും, മൂന്ന് പറയുമ്പം, അതിൽ കുരിശൻ്റെ സംരക്ഷണം എടുത്ത് കഴിയുമ്പം, ഒരു കുരിശ് വരച്ച് കഴിയുമ്പം, അല്ലെങ്കിൽ അന്നാമയുടെ തളിച്ച് കഴിയുമ്പം, അപ്പോഴേ ഈ കാറ്റത്ത് മഴക്കാർ മാറുന്ന പോലെ ഈ ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകും. കലങ്ങരുത്. ഇത് നമ്മൾ അനുഭവിക്കും, പലപ്പോഴും അനുഭവം ഉണ്ടാകും. ഞാൻ ഒരു കട്ടപ്പാടി ധ്യാനത്തിൽ ചെന്നപ്പം ഒരു സിസ്റ്ററിൻ്റെ പക്കൽ ഇങ്ങനെ പേഴ്സണൽ ഷെയറിങ്ങിന് ഇരുന്ന്
അപ്പോൾ സിസ്റ്റർ ചോദിച്ചാൽ അച്ഛൻ എന്താ പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇടവികാരിയാണ്. ഞാൻ കരൂരായിരിക്കുമ്പോഴാണ് ഇടവികാരിയാണ് ഞാൻ. പിന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്താ പ്രത്യേക, അച്ഛൻ ഇടവകയിലാണോ ശുശ്രൂഷ, അത് വേറെ വല്ലതുമാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇടവകയിലാണ്. പിന്നെ പ്രത്യേക ഞാൻ പറഞ്ഞു, ബുധനാഴ്ചകളൊരു വിശുദ്ധീകരണ ശുശ്രൂഷയുണ്ട്, കുർബാന ഇച്ചിരി വചനവും കുമ്പസാരവും ഒക്കെ ആയിട്ട് ആരാധനയൊക്കെ ആയിട്ട്, അതല്ലാതെ വേറെയില്ല. പിന്നെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു. സിസ്റ്ററിന് തൃപ്തിയാകുന്നില്ല എൻ്റെ ഉത്തരം. പിന്നെ കുറച്ചൊരു കഴിഞ്ഞ് ഓരോന്ന് പറഞ്ഞു തന്നപ്പം ഞാൻ പറഞ്ഞു, വിശുദ്ധീകരണ ശുശ്രൂഷയ്ക്കകത്തൊരു ബഹിഷ്കരണ പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ട്. അത് പിതാവിനോട് ചോദിച്ചിട്ട് അങ്ങനെ തിന്മയെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു പ്രാർത്ഥന, ലിയോ 11 പാപ്പയുടെ പ്രാർത്ഥനയാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങി ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥന പള്ളിക്ക് നിർത്തി ഞാനും പോയിരുന്നു പ്രാർത്ഥിച്ച്. അങ്ങനെയാണ് എല്ലാ ആഴ്ചയും ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ സിസ്റ്റർ പറയും, അച്ഛാ അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്, അച്ഛൻ എന്നാ പ്രത്യേകം ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല, ഞാനിത് ഇടവക ചെയ്യുന്ന കാര്യം. അച്ഛാ അതല്ല, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി മുതൽ ഞാൻ കാണുന്ന അച്ഛൻ്റെ നേരക്കും കുറേ പൈശാചിക രൂപങ്ങൾ ഇങ്ങനെ കോപത്തോടെ ഇങ്ങ് വരുന്നു, പാഞ്ഞു വരുന്നു, അവിടുന്ന് ഇവിടുന്ന് എല്ലാം. അച്ഛനെ അത് ഉപദ്രവിക്കുന്നില്ല, പക്ഷെ അച്ഛൻ ഞടുങ്ങുന്നുണ്ട്, അച്ഛൻ വല്ലാണ്ട് ഞടുങ്ങി പോകുന്നുണ്ട്. അതെന്നാന്ന് നോക്കിയിട്ട് എനിക്ക് പിടികിട്ടാത്ത ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നെ പ്രത്യേകിച്ച് ചെയ്യുന്നത്? അച്ഛാ ഇതാ കാര്യം, അച്ഛനെ പിശാചിനെതിരെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഈ എക്സോസിസ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പൈശാചിക അരിയോട് കോപിച്ച് അച്ഛനെതിരെ ഇങ്ങനെ പല്ല് ഞെരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞ ശരിയാണ്, ഞാൻ ഞടുങ്ങി പോകുന്നുണ്ട്. ആ നാളുകളിൽ പല ദിവസങ്ങളിൽ രാത്രികളിൽ പലപ്പോഴും ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചേക്കുമായിരുന്നു. സ്വപ്നങ്ങൾ വെറും നിസ്സാര സ്വപ്നങ്ങളാണ്, പക്ഷെ എൻ്റെ അനുഭവം ഭയങ്കര ഭയമാണ്. ഒരാൾ മുറിയുടെ ജനാല തുറന്ന ഒരാൾ അകത്തോട്ട് നോക്കുന്നതായിട്ട് സ്വപ്നം കാണാം. എന്നാ പേടിക്കാതിരിക്കുന്നേ? ഈ സ്വപ്നം കണ്ട് പക്ഷെ ഞാൻ അങ്ങ് ഉറക്കം നിറഞ്ഞിട്ട് എനിക്കൊന്ന് പുതപ്പ് വലിച്ചിടാൻ പോലും കൈ അനക്കാനും ധൈര്യമില്ല. പേടിച്ച് അരണ്ട് കിടക്ക്, ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ പേടിച്ച് പോവുകയാണ്. പിന്നെ കുറേ കഴിയുമ്പോഴാണ് പയ്യെ തലതിരിച്ച് നോക്കുന്ന അവിടെ വല്ലതും വന്നിട്ടുണ്ട്, എന്നാന്നറിഞ്ഞ പേടി. അങ്ങനെ തന്നെ 2 സ്വപ്നം. ഒരാൾ പുറകെ കൂടെ, ആ പള്ളിമുറിയുടെ പുറകു നടയുണ്ട് പണ്ട് കൊച്ചിൻ്റെ അവിടെ, ആ നടയിൽ കൂടെ ആരാണ്ട് കയറി വരുന്നതായിട്ട് സ്വപ്നം ഞാൻ കണ്ട് ഞാൻ ഉറക്കം തെളിഞ്ഞിട്ട് അരണ്ട് പോയി. അരണ്ട് ഒന്നും കണ്ടില്ല സ്വപ്നത്തിൽ. ഒരു അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഏതോ ഒരു പാമ്പ് ഇങ്ങനെ അനങ്ങി പോകുന്നതായിട്ടൊരു സ്വപ്നം കണ്ട് ഉറക്കം തെളിഞ്ഞു, എന്നിട്ട് അരണ്ട് പോയി. എനിക്ക് പിടികെട്ടുന്നില്ലേ, ഭീകര സ്വപ്നങ്ങളൊന്നും അല്ല, അങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ പറഞ്ഞ് ശരിയാ, ഞാനിങ്ങനെ അരണ്ട് പോകുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു, ഇതാണ് കാരണം, പിശാചിൻ്റെ കോപമാണ്, അവനെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവനെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഈശോ ചോദിക്കുന്ന അച്ഛൻ എന്തേ ഈശോ തന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാത്തത്? ഞാൻ പറഞ്ഞു, എന്നാ ആയുധമാണ്? സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, കുഞ്ഞു കാര്യം, ഹന്നാൻ വെള്ളം വിശുദ്ധ ജലം അച്ഛൻ മുറിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. അത് ഉപയോഗിക്കണം, വിശുദ്ധ ജലം മുറിയിൽ ഉപയോഗിക്കണം. ഞാൻ അതുവരെ അങ്ങനെ ചെയ്യുന്നേ ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ മുതൽ ഞാനൊരു കാറാപ്പൊക്കെ മേടിച്ച് വെച്ച് എൻ്റെ മുറിയിൽ ഒരു ഉറാറയും വെച്ച്, അങ്ങനെ അത് മുതൽ ഇതുവരെയും ഇന്നലെ രാത്രി ഞാൻ തളിച്ചു, ഒറ്റ ദിവസം മുടക്കിയല്ല. അമ്മ ത്രേസ്യ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധജലത്തിൻ്റെ ശക്തിയെപ്പറ്റി. വിശുദ്ധജലം തളിക്കുമ്പോൾ പിശാച് ആസിഡ് വീണ് പൊളയുന്ന പുഴുവിനെ പോലെ പോകും. വിശുദ്ധജലം നമ്മൾ ഉപയോഗിക്കണം, വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് അവിടെ അലമാരിക്കകത്ത് പൂട്ടി വെക്കാനല്ല, എല്ലാ ദിവസവും ഉപയോഗിക്കണം. തീർന്നു പോകുമ്പോൾ കുറച്ച് നമുക്ക് ഒരു 9 ഇരട്ടി വരെ വെള്ളം ഉപയോഗിച്ചെടുത്ത് ഉപയോഗിക്കാമെന്നും സഭ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കി പള്ളിയിൽ നിന്നൊരു കുപ്പിയായിട്ട് എന്നിട്ട് വെഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പൈസ മുടക്കും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെപ്പോഴും വീട്ടിൽ വേണം. എല്ലാ ദിവസവും ഒന്ന് വീടുകളിൽ തളിച്ചേ, ധൂപം പോലെ തന്നെ ഇതും ഉപയോഗിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ പെരയ്ക്കകത്ത് ചുറ്റുമൊക്കെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് എപ്പോഴെങ്കിലും സമയം കുരിശുവരെ കഴിയുമ്പോഴേ കിടക്കാൻ നേരത്ത് ഒരാൾ തനിച്ചോ അല്ല ഒരുമിച്ചോ ഒന്ന് വിശുദ്ധജലം തളിക്കുക. നമുക്ക് ഈ അന്നാമ്പെള്ളപ്പാത്രമൊക്കെ പള്ളിയുടെ വാതക്കലൊക്കെ പരമ്പരാഗതമായിട്ട് ഉള്ളതാണ് അല്ലേ? പള്ളി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അന്നാമ്പെള്ളം തൊട്ട് കുരിശ് വരയ്ക്കുന്ന രീതി അത് വീടുകളിലും വെക്കാൻ പറ്റും. ഈ പള്ളിക്കകത്ത് അങ്ങനെ വെച്ചിട്ടില്ല, വീടുകളിലും വെക്കാൻ പറ്റും. ചെറിയ ഇങ്ങനെ പാത്രത്തിൽ നമുക്ക് ആ വാതിലിൻ്റെ പുറകിൽ എവിടെയെങ്കിലും ഇച്ചിരി അന്നാമ്പെള്ളം വെച്ചേക്കുക. യാത്ര പോകുമ്പോഴെല്ലാം ഒന്ന് തൊട്ട് കുരിശ് വരച്ചുകൊണ്ട് പോവുക, ഒരു സംരക്ഷണമാണ്. കയറി വരുമ്പോഴും ഒന്ന് കുരിശ് വരച്ച് കയറുക, കൂടെ ആരും ഒന്ന് കയറാതിരിക്കട്ടെ. ഇതൊക്കെ തമ്പരം തന്നിരിക്കുന്ന എല്ലാ നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങൾ. ഔദ്യോഗികമായിട്ട് സഭ എന്തോരം ഉപയോഗിക്കുന്നു വിശുദ്ധജലം. വെഞ്ചിരിപ്പനൊക്കെ വിശുദ്ധജലം പള്ളിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ എന്തോരം വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല.
അപ്പം അങ്ങനത്തെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഭയം എനിക്കങ്ങനെ രാത്രി അനുഭവപ്പെട്ടു. വിയാനിച്ചൻ പറയാണ്, ഭയം ഉണ്ടാകുന്നത് പിശാചിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പിന്നെ ഇത് കേട്ടത് കൊണ്ട് ഇനി അടുത്ത ഭയം വരുമ്പോഴത്തേക്ക് ഇരട്ടി ഭയമായിട്ട് പോകരുത്, ബോധം കെട്ട് വീടരുത്. അയ്യോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയം വന്ന മറ്റവൻ്റെ അടുത്തെങ്ങാണ്ടുള്ളത് കൊണ്ടാണ് അയ്യോ എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴാനായിട്ട് ഇടവരരുത്. മറിച്ച് എന്നാ ചെയ്യണം? എനിക്ക് മനസ്സിലായി, നീ അല്ലേ. നേരെ നമ്മുടെ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. കുരിശൻ്റെ അടയാളം, വിശുദ്ധ ജലം, രക്തം നമുക്ക് തളിക്കാം. അവൻ പോകും. എബ്രാസയൊക്കെ ഇങ്ങനെ തിരുരക്തം തളിക്കുമ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ വരുമ്പോൾ തിരുരക്തം തളിക്കാൻ. ഈശോയുടെ തിരുരക്തം നിന്നെ തളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് ശപിച്ചോണ്ട് പോയി. ഇത് നിന്നെ പഠിപ്പിച്ച ആ ദുഷ്ടൻ അവൻ നശിച്ചു പോട്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. വിശുദ്ധ ചിത്രങ്ങൾ കഥകൾ എന്നും തട്ടുമുട്ടും വന്നപ്പം ആ കഥയെ കൊണ്ട് മാതാവിൻ്റെ പടം ഒട്ടിച്ച് വെച്ചു. അടുത്ത പിശാചുക്കൾ വന്നിട്ട് കാറിച്ചിയാ, ഞങ്ങളുടെ ആ ദുഷ്ടത്തിയെ കൊണ്ട് വാതിലിന്മേൽ ഞങ്ങൾക്ക് ആണിയായിട്ട് തറച്ചു വെച്ചിരിക്കുന്നു, ഞങ്ങൾ അതിനിട്ട് അടിക്കുമ്പോൾ കൈ ആണി കൊള്ളുകയാണ്, തൊടത്തില്ല അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാറുകയാണ്. മാതാവിൻ്റെ പടം വെച്ചതേ ഉള്ളൂ. വിശുദ്ധരുടെ ചിത്രങ്ങൾ, കുരിശുകളൊക്കെ നമ്മളെല്ലാം മുറിയിലും വേണം. നിറച്ചിങ്ങനെ വെക്കാനല്ല, ഒരു കുരിശ് എല്ലാം മുറി ഇരിക്കട്ടെ എവിടെയെങ്കിലും. വിശുദ്ധ രൂപങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചേ വലിയ സംരക്ഷണമാണ്. നമ്മൾ അഹ്റോൻ്റെ കാര്യം കണ്ടില്ലേ, ആ വസ്ത്രത്തിലെ ഈ വിശുദ്ധ അടയാളം കണ്ടപ്പോഴേ വിനാശകന് ഭയന്ന് പോയി. അങ്ങനെ അപ്പം ഞാനീ പറഞ്ഞ ഒരാശയം, ഈ ഭയം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അല്ലെന്ന് നല്ലതുപോലെ മനസ്സിൽ കുറിച്ച് വെക്കണം. എന്തിന് കാരണം വന്നിട്ട് ഭയം നാച്ചുറൽ ഉണ്ടാകാം. ഭയം എന്നൊരു വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു കാരണമുള്ളപ്പോൾ ഒരു ഭയം ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ ഇങ്ങനെ ഭയം കയറി ഉരുണ്ടുകൂടി വന്ന് അരണ്ട് പോകുമ്പം അരണ്ട് പോകണ്ട. നമ്മൾ സ്വയം തിരിച്ചറിയണം, എനിക്ക് ഭയം അനുഭവപ്പെടുന്നുണ്ടല്ലോ. എന്താ രാത്രി ഇരിക്കുമ്പം ഞാനതാ എങ്ങാണ്ട് ചീഞ്ഞ എലി ചത്ത് ചീഞ്ഞ മണം കാറ്റത്തിഞ്ഞ് വരിക. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഇതെവിടെ നിന്ന് മണം വരുന്നത്, ഇത് സുഗന്ധരാജനാണോ മുല്ലപ്പൂവാണോ എന്ന് പറയുമോ നമ്മൾ ആരെങ്കിലും? ഏതാണ്ട് ചത്ത് ചീഞ്ഞിട്ടുണ്ടെന്നേ പറയുള്ളൂ ദുർഗന്ധം വരുമ്പോൾ. ഇതുപോലെ തിരിച്ചറിയണം, ഭയം വരുമ്പം അത് പൈശാചികമായിരിക്കുകയാണ്. അവൻ അകലേന്ന് തെറിപ്പിക്കാൻ നോക്കുക, അല്ല റിമോട്ട് ഞെക്കുകയാണ്. നമ്മൾക്ക് നമ്മുടെ മനസ്സിൻ്റെ മേലെ റിമോട്ട് അടിക്കാൻ നോക്കുകയാണ്. അപ്പോഴേ നമ്മൾ തിരിച്ചടിക്കണം. അത് പറയുമ്പോൾ തന്നെ അത് മാറി നമ്മൾ അനുഭവിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, പേടിച്ച് പ്രാളപ്പെടണ്ട. എന്നിട്ട് മാറി ഇതിനെക്കുറിച്ച് വിശ്വാസ പ്രമാണം ചെല്ലും. ചിലപ്പോൾ ശക്തമായൊരു സാന്നിധ്യം കെണിയേക്കാന്നുണ്ടെങ്കിൽ ശാന്തമായിട്ട് രാത്രി ഒരു കുറേ വിശ്വാസ പ്രമാണം അങ്ങ് ചെല്ല്. ഒരു 7, 12, 33 അങ്ങ് ഇരുത്തി അങ്ങ് ചെല്ല്, അവൻ പോകും. വിയാനിച്ചനൊക്കെ അവസാനമാകുമ്പോൾ, അമ്മ ത്രേസ്യയൊക്കെ അവസാനമാകുമ്പോൾ ഇങ്ങനത്തെ അനുഭവം വരുമ്പം പിശാച് നോക്കി ചിരിക്കുമായിരുന്നു. നീ വന്നിട്ടുണ്ടല്ലേ. അങ്ങനെ പോലും അവനെ പേടിക്കണ്ട, ഇവന് ഇത്രേ ഉള്ളൂ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മാവിനെ വിളിച്ച് ചുമന്ന ലൈറ്റ് വന്നപ്പോഴത്തേക്കും ഈ പയ്യൻ പറയാണ്, പെട്ടെന്ന് ഭയം കയറി വന്നു. പേടിച്ചിട്ട് അവരിതങ്ങ് ഓഫാക്കി, ഫോൺ ഓഫാക്കിയപ്പം അടുക്കളയിൽ അമ്മ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ പാത്രം മൂടി പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. അമ്മ ഇവിടെ ധ്യാനിക്കുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. അത് പൊട്ടിത്തെറിച്ച് പോയെന്നാണ്. പക്ഷെ ഇത് തമ്മിൽ ബന്ധമുണ്ടെന്ന് ആ പയ്യന് മനസ്സിലായില്ല. ബന്ധമുണ്ടോ നമുക്ക് വേറെ തെളിയിക്കാൻ മാർഗമൊന്നുമില്ല. നാളുകളായിട്ട് ഉപയോഗിച്ചിരുന്നൊരു മൂടിയാണ് ചില്ലിൻ്റെ ഇൻഡക്ഷൻ കുക്കറെ ഉപയോഗിക്കുന്നത്. കറി എന്തോ ബീൻസോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ഇവനേറ്റുപോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പം പെട്ടെന്ന് അവൻ പറയുന്ന, അവനെന്തോ ഒരു ചങ്കി കയറുന്ന പോലെ തോന്നി, ശരീരത്തിലൊരു അറ്റാക്ക്, അങ്ങോട്ട് വലിഞ്ഞു മുറുക്കുന്ന പോലെ, ശ്വാസം വിടാൻ വിഷമോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവനോർത്തത് ഈ പൊട്ടിയ വടപ്പിൻ്റെ കഷ്ണം ഏതാണ്ട് അതിൻ്റെ വിഷമോ വല്ലതും ഈ ഭക്ഷണം കഴിച്ചപ്പോൾ അകത്ത് ചെന്നതായിരിക്കും എന്ന് ഓർത്തു. അതിൻ്റെ വിഷമത്തിൽ അടുത്ത ദിവസം എങ്ങാണ്ട് ആശുപത്രിയിൽ പോയി. അവിടെ പരിശോധിച്ച് വിഷം വല്ലതും ഉണ്ടോയെന്നറിയാൻ ഡ്രിപ്പൊക്കെ ഇട്ട് കിടന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നിട്ട് സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് പിന്നെ വിഷമാണെന്ന് ഓർത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് പാലാ ഗവൺമെൻറ് ആശുപത്രി കയറി. അവർ പറഞ്ഞു 1-2 ദിവസം ആയില്ലേ, വിഷം വരുന്നേ പണ്ടേ പോയേനെ, അതുകൊണ്ട് വിഷമൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിട്ടു. വീട്ടിൽ വന്നിട്ട് പിന്നെ അസ്വസ്ഥ മാറുന്നില്ല. അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെയാണ് ഇവിടെ വരുന്നതൊക്കെ.
ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും അവനിങ്ങനെ വീട് കയറി ചെന്നപ്പോൾ വീട് കയറി ചെന്നപ്പം വീട് കയറി അവിടെ നിന്ന് 2 വെഞ്ചിരിപ്പം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ പയ്യനോട് വെച്ചാൽ എൻ്റെ മുറി വന്ന് പ്രാർത്ഥിക്കാവും, എനിക്കെൻ്റെ മുറി ഇരിക്കത്തില്ല, കിടക്കത്തില്ല. ഭാര്യയും കുഞ്ഞുമുണ്ട്, പക്ഷെ അവരിവിടെ താമസിക്കുന്നില്ല, അവർക്കിവിടെ വന്നാൽ ഈ വീട്ടിൽ തങ്ങത്തില്ല, അവരതുകൊണ്ട് അവളുടെ വീട്ടിലാണ്. പിണക്കമൊന്നുമില്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഇവൻ അവിടെ പോകും, കൂട്ടിക്കൊണ്ട് വരും, 2 ദിവസം കഴിയുമ്പോൾ അവിടെ തിരിച്ചു പോകും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവനും വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, അവൻ അവിടെ ജോലി സ്ഥലത്ത് അവിടെ കിടക്കാൻ നോക്കുക. എന്നെ മുറി വന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ അവൻ്റെ കൂടെ മുറി ചെന്നു. ഞാൻ പറഞ്ഞൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കാം, നമുക്ക് ഒരുമിച്ച് അല്ലാന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ഞങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു. അവനും ആരംഭിച്ചു. കുറച്ച് ചൊല്ലി കഴിഞ്ഞ് നോക്കി ഒരു സ്വരം കേൾക്കുന്നില്ല. നോക്കിയപ്പോൾ അവനിങ്ങനെ മയങ്ങി വീഴാൻ തുടങ്ങുക. ഞാൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നെയും ചൊല്ലാൻ നോക്കി, പക്ഷെ അവനങ്ങ് തളർന്ന് തീരുക. അപ്പനെ കൊച്ചച്ഛൻ പുറത്ത് നിൽക്കുകയായിരുന്നു, അപ്പനും അമ്മയും. അപ്പോൾ ഞാൻ അവരെ കൂടെ വിളിച്ചു. എന്നിട്ട് വീടിനെ ഒരുമിച്ച് ഞങ്ങൾ ചൊല്ലി. അപ്പോഴേക്കും അവൻ കുഴഞ്ഞ് കട്ടിലോട്ട് വീണു. കുറച്ചുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി, പക്ഷെ അവനിങ്ങനെ പ്രതികരിക്കുകയാണ്, ശക്തമായി വയലൻ്റായിട്ട് പ്രതികരിക്കുക. അപ്പം ഞാൻ പറഞ്ഞോട്ട് വാ, വേറെ ദിവസം വരാൻ പറഞ്ഞു. ഇവിടെ വന്ന് സംസാരിച്ചു, ഒന്ന് ഒരുക്കി കുമ്പസാരിപ്പിച്ചു, എന്നിട്ട് പ്രാർത്ഥിക്കാൻ നോക്കി. ഞാൻ ഞങ്ങളച്ഛമ്മ 2 പേരും കൂടെ. എന്നിട്ടും വിശ്വാസമാണ് ജന്മത്തെ അവനിവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് വീഴുകയാണ്, വല്ലാണ്ട് വയലൻ്റായി അങ്ങനെ പോവുകയാണ്. പിന്നെ കുറച്ചൊരു സമയം എടുത്ത് ഒരു കൗൺസിലിംഗ് രീതിയിൽ അവനെ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എടുത്ത് അങ്ങനെ. പക്ഷെ അങ്ങോട്ട് കുറേ വ്യത്യാസമുണ്ട്, പക്ഷെ അങ്ങ് ഫ്രീ ആകുന്നില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ധ്യാനങ്ങൾ ആരംഭിച്ച സമയം സ്ത്രീകളുടെ ധ്യാനം വന്നപ്പം ഇപ്പം എൻ്റെ അമ്മ 2ാമത് ധ്യാനിക്കാൻ കൂടുന്നുണ്ട്. അപ്പം അമ്മ ധ്യാനിക്കാൻ വന്നപ്പോൾ ഈ അടയാളങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞ് കേട്ടപ്പം ആ ധ്യാനം കഴിഞ്ഞിറങ്ങി പിറ്റേ ദിവസം പുരുഷന്മാരുടെ ധ്യാനത്തിൽ ഇവൻ കയറാൻ വരിക. അപ്പോൾ പള്ളി ഇവിടെ വെച്ച് മുറ്റത്ത് വെച്ച് അമ്മ പറഞ്ഞു, അച്ഛാ ഇവൻ്റെ കയ്യിലൊന്ന് നോക്കിക്കി എന്ന് പറഞ്ഞ് അവൻ്റെ ഉടുപ്പ് പൊക്കി ഇവിടെ ഒരത്തേൽ എന്ന് പറഞ്ഞിട്ട് 10 വിടത്ത് ഇങ്ങനെ ഒരു പാമ്പാണ് പച്ച കുത്തി വെച്ചിരിക്കുന്നത്. പേടി തോന്നുന്ന വലുപ്പത്തിലൊരു പാമ്പ്, 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ പച്ച കുത്തിയിരിക്കണം ഒരത്തേൽ. ഞാൻ ചോദിച്ചാ ഇതെന്നതാ? അതിങ്ങനെ ഒരു അമ്പലത്തിൽ പോയി കുത്തിയതാണ്. അവന് കുറച്ച് നാൾ ഇങ്ങനെ വലിയ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഇച്ചിരി സ്വന്തം വഴിക്ക് നടക്കുകയായിരുന്നു. അതുകൊണ്ടും കൂടി ഇത്രയും ഒരു വല്ലാതെ കിട്ടിപ്പോയതെന്ന് എൻ്റെ ഒരു നിരീക്ഷണം. പിന്നെ അവൻ വിളിച്ചു വരുത്തിയതാണ്. അറിഞ്ഞുകൊണ്ട് ഇച്ചിരി മറുതലിച്ച് വീട്ടുകാരോട് ഇച്ചിരി ബന്ധമില്ലാതെയൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും പറ്റിയൊരു അവസ്ഥയായി അന്തരീക്ഷം ഈ പൈശാചിക സ്വാധീനത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇത് വെച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതായിരിക്കും അവൻ പിടിച്ച് വിട്ടുപോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ധ്യാനിക്കാൻ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ട് ഇത് മായ്ച്ച് കളഞ്ഞിട്ട് നീ ധ്യാനിക്കാൻ വന്ന് കയറി വെച്ചാൽ മതി. അവന് കുത്തിയോടത്ത് ഏറ്റവും അമ്പലത്തിലും കൊണ്ട് പോയി കുത്തിച്ചതാണ്. അവിടെ ഒന്നും അന്വേഷിച്ചിട്ട് അവിടെയൊന്നും ആരുമില്ല. പലയിടത്ത് നോക്കിയിട്ടൊന്നും മായ്ക്കാൻ മാർഗ്ഗമില്ല. അവസാനം തേനിയിലെങ്ങാണ്ട് ചെന്നാൽ അവിടെ ആരാണ്ട് പച്ച കുത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും കൂട്ടുകാരാണ്ട് കൂടി തേനിക്ക് പോയി. രാത്രി അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഒത്തിരി ഛർദി വേറെ പ്രശ്നം ഉണ്ടായതൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയി ഇത് മായ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് മുകളിൽ തിരുഹൃദയവും പരിശുദ്ധാത്മാവിനെയൊക്കെ അതിന് മുകളിൽ കയറ്റി കുത്തിവെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊരു കുരിശിൻ്റെ തറ പോലെ അങ്ങോട്ട് മുഴുവൻ പച്ചയാക്കി കളഞ്ഞിട്ട് മുകളിൽ കുരിശ് ഇങ്ങനെ വരച്ച് വെച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ വിട്ടത്. പക്ഷെ അതവന് തിരിഞ്ഞില്ല, അല്ലെ അവൻ ഓർത്തില്ല. അപ്പം അങ്ങനെ പോയി തിരിച്ചു കൊണ്ടുവന്നു. വന്ന് ധ്യാനത്തിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഉണ്ട് രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് വന്ന് കയറി അച്ഛാ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഉണ്ട് സർപ്പം അതിനകത്ത് നിൽപ്പുണ്ട്, പ്രാവിൻ്റെ ചിറകുമുണ്ട്, തിരുകൃതി എല്ലാം കൂടി ഇങ്ങനെ കുളവായിട്ടിരിക്കുകയാണ്. ആ സർപ്പത്തെ കുത്തിച്ചിട്ട് അവൻ പറഞ്ഞത് പച്ച കുത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പം വേണ്ട പോലെ തെളിയാത്തത് കൊണ്ട് അവൻ 2ാമത് അവരെ കൊണ്ട് ഒന്നുകൂടെ അത് കടുപ്പിച്ച് കുത്തിച്ചു. എന്നിട്ടും തൃപ്തിയാകാത്തതിന് പൈസയും കൊടുക്കാതെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെയ്ത്തങ്ങ് ചെയ്തു. ഇപ്പം ധ്യാനം കൂടിയപ്പോഴേക്കൂടെ പുറകിൽ ബക്കറ്റുമായിട്ട് ഇരിക്കുക. അതിങ്ങനെ ചോക്കാനിച്ച് മുഴുവൻ സത്തിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇപ്പം കുറേ ഒരു 80% 85% ഒക്കെ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ മുഴുവൻ മാറിയിട്ടില്ല, ഒരു സ്വാധീനം കിടപ്പുണ്ട്. ഇത് വിളിച്ചു വരുത്തുന്നതിൻ്റെ അപകടം ഇതാണ്. അത് നമ്മൾ തിന്മയിലൊക്കെ ആണെങ്കിൽ ഒരു കുദാശ ജൈവത്തിലൊന്നും അല്ല എങ്കിൽ അതും കണ്ടമാനം പതിയും.